അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എന്റെ മീറ്റിങ്ങിന് ഇൻവൈറ്റ് ചെയ്ത കർത്താവിന്റെ ദാസ് ബീന അജയ്, കർത്താവിന്റെ ദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് വളരെ ശക്തമായിട്ട് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി, വളരെ ശക്തമായിട്ട് ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങളായി ചെറിയ ജലദോഷവും ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് എന്നോട് മെസ്സേജിന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് സമയം എടുക്കാമെന്ന് ഞാൻ പറയാൻ കാര്യം. അതുകൊണ്ടാണ് ചില 2-3 ദിവസത്തെ മീറ്റിംഗ് കാരണം ശബ്ദമടഞ്ഞ് അങ്ങനെ ചില കോൾഡിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഈ പ്രാർത്ഥനയിൽ ദൈവം നമ്മളോട് സംസാരിക്കട്ടെ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ ശക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വളരെ ആത്മാർത്ഥവും സ്നേഹവും കാണിക്കുന്ന ഈ പ്രയർ ഗ്രൂപ്പ്, ഇതിലെ എല്ലാ ദൈവദാസന്മാരോടും ദൈവദാസിമാരോടുള്ള ഹൃദയംഗമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഫാസ്റ്റിംഗ് പ്രയർ നമുക്ക് വളരെ അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ഒരു പുരുഷനെ ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ ഇടിവിൽ നിന്ന് കരയാൻ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെല്ലാവരെയും, കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. സ്തോത്രം. നമുക്ക് നല്ല സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുക്കുന്ന എഫെസ്യർ ലേഖനം 6-10 വാക്യം നമ്മൾ വായിക്കുന്നു. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എഫെസ്യർ ലേഖനത്തിന്റെ അകത്ത് എഫെസ്യർ ലേഖനം 4:27 വായിക്കുമ്പോൾ പിശാചിന് ഇടം കൊടുക്കരുത്. ഈ 2 ഭാഗങ്ങൾ, ഒന്ന് കർത്താവിലും അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടുക. 4-27 വരുമ്പോൾ പിശാചിന് ഒരിക്കലും ഇടം കൊടുക്കരുത്. ഈ 2 ഭാഗങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. എഫെസ്യർ ലേഖനത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന പദമാണ് നമുക്കറിയാം ശക്തിപ്പെടുക എന്നുള്ളത്. സ്തോത്രം. നമുക്ക് ശക്തിപ്പെടാൻ കഴിയും, വചനധ്യാനത്തിൽ ശക്തിപ്പെടാൻ കഴിയും, പ്രാർത്ഥനയിൽ ശക്തിപ്പെടാൻ കഴിയും, ആരാധനയിൽ നമുക്ക് ശക്തിപ്പെടാൻ കഴിയും, കൂട്ടായ്മകളിൽ നമുക്ക് ശക്തിപ്പെടാൻ കഴിയും. ഈ പുസ്തകത്തിന്റെ അകത്ത് പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ശക്തിപ്പെടുക എന്നുള്ളത്. ജീവിതത്തിന്റെ അകത്ത് ഏത് സമയത്തും നമുക്ക് ആവശ്യം ദൈവശക്തിയാണ്. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ അവർ ചിറകടിച്ചുയരും എന്നവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ ആത്മശക്തി ദൈവം പകരട്ടെ. ഈ പ്രയർ ഗ്രൂപ്പിന്റെ അകത്ത് ദൈവശക്തി പ്രാപിച്ച് നമുക്ക് പുറത്തിറങ്ങുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെല്ലാം ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലൂസിന്റെ മിഷണറി യാത്രകളിൽ നമുക്കറിയാം 3 പ്രധാനപ്പെട്ട മിഷണറി യാത്രകൾ തന്റെ ഭക്തൻ നേതൃത്വം കൊടുത്തു. അതിൽ ഏറ്റവും നിർണായകമായ ഒരു സ്ഥലമാണ് എഫെസോസ് പട്ടണമെന്ന് നമുക്കറിയാം. ഫിലിപ്പിയായിൽ നമ്മൾ കാണുന്നുണ്ട്, പുഴവക്കത്ത് കൂടിയിരുന്നവരോട് സുവിശേഷം പറയുമ്പോൾ ലുദിയായുടെ ഹൃദയത്തെ ദൈവാത്മാവ് തുറക്കാനിടയായി തീർന്നു. ഇത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയും ചില ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു. വെളിച്ചപ്പാടത്തി സ്ത്രീയുടെ ദുരാത്മാവ് വിട്ടുപോകുന്നു, ജനമിളകുന്നു. നമുക്കറിയാം അതിനുശേഷം കാരാഗൃഹത്തിന്റെ അകത്ത് തന്റെ ഭക്തൻ അകപ്പെടേണ്ട അവസ്ഥയുണ്ടായി. എങ്കിലും കാരാഗൃഹ പ്രമാണി കുടുംബവും രക്ഷ പ്രാപിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊരിന്ത് പട്ടണത്തിനകത്തും വലിയ പ്രതികൂലങ്ങൾ കടന്നു വന്നു. നമുക്കറിയാം, ദൈവത്തിന്റെ ആത്മാ പൗലോസിനോട് പറഞ്ഞു, നീ ധൈര്യമായി പ്രസംഗിക്കുക, ഈ പട്ടണത്തിൽ എനിക്ക് അനേക ജനമുണ്ടെന്ന് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഈ മിഷണറി യാത്രകളിലെല്ലാം ദൈവത്തിന്റെ കരം പൗലോസിന്റെ കൂടെ ഇരുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും അധികം ടഫായിട്ടുള്ള, നമുക്കറിയാം, ഇരുട്ടിന്റെ ശക്തികൾ ആധിപത്യം പറയുന്ന ഒരു സ്ഥലത്താണ് പൗലോസ് എത്തിയത്. അതാണ് എഫെസോസ് പട്ടണം. ബൈബിൾ പഠിക്കുന്നവർക്കും വായിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാൻ കഴിയും. അർത്തമീസ് എന്ന ആ ദേവിയുടെ ആധിപത്യമുള്ള സ്ഥലം, അതുപോലെ മന്ത്രവാദങ്ങളും ആഭിചാരങ്ങൾക്കും പ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമാണ് എഫെസോസ് പട്ടണം. എന്നാൽ നമ്മൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, അവിടെ ദൈവം പൗലൂസിനെ ശക്തമായി ദൈവം ഉപയോഗിക്കാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ, നിങ്ങൾ തിരിച്ചറിയുക, നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അകത്ത് ഏറ്റവും ആവശ്യം അസാധാരണമായ ഒരു ദൈവശക്തിയാണ്. നിങ്ങൾ ഈ ഫാസ്റ്റിംഗ് പറയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവെ ആ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാവരുടെയും ശുശ്രൂഷയ്ക്കകത്ത് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു ഭയങ്കരമായ ഒരു ആത്മശക്തി നമ്മുടെ മേൽ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. ഞാൻ അതിനെ കൂടെ അറിയാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ക്രിസ്ത്യാനികളെ ബന്ധിപ്പിക്കാനും പീഡിപ്പിക്കാനും വേണ്ടി ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ് ശൗൽ. നമുക്കറിയാം,
എന്നാൽ തേജോമയനായ ദൈവം ശൗലിനെ തൊടാനിടയായി തീർന്നു. നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന വെളിച്ചത്തിൽ നിന്നുകൊണ്ട് കർത്താവ് ദൈവം ചോദിക്കുന്നുണ്ട്, ശൗലെ നീ എന്നെ എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു? ശൗല് ചോദിക്കുന്നു, നീ ആരാകുന്ന കർത്താവ്? മറുപടി പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. ആ ദൈവിക സന്ദർശനം ശൗലിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു, ഒരു വലിയ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്, അനനിയാസ് വന്ന് പ്രാർത്ഥിച്ചു, ശൗല് കാഴ്ച പ്രാപിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് കാണുന്നുണ്ട്. ആമേൻ. മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു ക്രിസ്തു എന്ന് തെളിയിച്ചതായി കാണുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ദൈവമക്കൾക്ക് മനസ്സിലായി, നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അകത്തെ ശുശ്രൂഷയുടെ ഒരു കാതലായ മേഖലയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുക എന്നുള്ളത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ശക്തിയാണ് നമ്മളെ മുൻപോട്ട് ശുശ്രൂഷയ്ക്ക് നടത്തുന്നത്. ലൂക്കോസ് സുവിശേഷം 4:1 നമുക്കറിയാം. അവിടെ നമുക്ക് അറിയാവുന്ന ഭാഗമാണ്. കാതലായ ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യേശുക്രിസ്തുവിന്റെ സ്നാനമേൽക്കുമ്പോൾ സ്വർഗം തുറക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്നു. എന്നാൽ ലൂക്കോസ് 4:1 നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി എന്ന് കാണുന്നുണ്ട്. ആമേൻ. 40 ദിവസം മരുഭൂമിയിൽ യേശു സ്വന്തം കർത്താവിനോടൊപ്പം ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ചു. പരീക്ഷകനായി പിശാച് അടുത്തു വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെയെല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഒരു ശുശ്രൂഷയുടെ, ഇപ്പൊ ഞാനാകട്ടെ, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരാകട്ടെ, ദൈവദാസിമാരാകട്ടെ, നമ്മുടെ ശുശ്രൂഷയുടെ കാതലായ ഒരു ഭാഗം എന്ന് പറയുന്നത് ദൈവശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരിക, പരിശുദ്ധാത്മാവിൽ നാം നിറയപ്പെടുക, ദൈവശക്തിയാൽ നമ്മൾ ആവസിക്കുക എന്നുള്ളതാണ്. ആമേൻ. ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുമ്പോൾ ഇതിന്റെ അകത്തിരിക്കുന്ന എല്ലാ ദൈവദാസിമാരും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു അസാധാരണമായ സൂപ്പർ നാച്ചുറലായ ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരണം. നിങ്ങൾ 21 ഇരുന്നാലും 40 ഇരുന്നാലും നിങ്ങൾ തിരിച്ചറിയുക, ദൈവശക്തിയുടെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചില്ല എങ്കിൽ ആ ഉപവാസത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. ഇന്ന് ഒത്തിരി ഉപവാസങ്ങൾ നടക്കുന്നുണ്ട്. ആമേൻ. നമുക്കറിയാം, സ്തോത്രം. ഉപവാസം എന്ന് പറയുമ്പോൾ പൂർണ്ണമായ ഉപവാസമുണ്ട്, കഠിന ഉപവാസമുണ്ട്, വെള്ളം കുടിക്കാത്തുള്ള ഉപവാസമുണ്ട്. അത് കഴിഞ്ഞ് പാർഷ്യൽ ആവറേജ് ആയിട്ട് ഭാഗികമായിട്ടുള്ള ഉപവാസമുണ്ട്. അവൻ അതിൽ ഇപ്പൊ ഓരോ തരത്തിലുള്ള ഉപവാസങ്ങളുണ്ട്. അതിന്റെ കൂടെ ആഹാരം കഴിച്ച് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴും സുഖവാസമായിട്ട് ഇതിലൊന്നും ഉൾപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഉപവാസ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് ദൈവശക്തി പ്രാപിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഭാഗം നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഞാൻ 2 ഭാഗം ഉദ്ധരിച്ചു പറഞ്ഞത്. ഒന്ന്, ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയം, ദൈവ സന്ദർശനം ഉണ്ടായ സമയം, ശൗലിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആ സമയം, ശൗൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. അവിടെ വായിക്കുന്നു, അവൻ അസാധാരണമായ ആത്മശക്തി പ്രാപിച്ചു എന്ന് വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ ശുശ്രൂഷയുടെ തുടക്ക കാലഘട്ടത്തിലും സ്നാനപ്പെട്ട അനന്തരം നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ പരിശുദ്ധാത്മാവ് ശക്തിയോടെ കർത്താവിന്റെ മേൽ ഇറങ്ങി വരികയാണ്. ഈ ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഉയരത്തിലെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഉയരത്തിലെ ശക്തി ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു സഭ വളരണമെങ്കിലും, ഒരു മിനിസ്ട്രി ജയിക്കണമെങ്കിലും, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം, ദൈവശക്തി നിങ്ങളുടെ അകത്ത് വ്യാപരിക്കണം. ഇന്ന് ഈ പ്രയറിൽ, പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയ്ക്കകത്ത് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു അസാധാരണമായ ദൈവശക്തി ഇന്ന് പകൽ നിങ്ങളിരിക്കുന്ന റൂമിനകത്തേക്ക്, ആമേൻ, യേശുവിന്റെ നാമത്തിൽ ഒരു ആത്മശക്തി ദൈവത്തിന്റെ ആത്മാവ് കൈമാറാൻ പോകുന്നു. ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില രോഗികളെ ദൈവ സൗഖ്യമാക്കുന്നു. ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ബന്ധനസ്ഥരുടെ കെട്ടുകളെ ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചു മാറ്റുന്നു. ഈ മെസ്സേജ് നടക്കുമ്പോൾ തന്നെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട വിഷയമാണ് അന്യായ ബന്ധനങ്ങളെ ദൈവം അഴിച്ചു കളയുന്നു. നുഖത്തിന്റെ അമിക്കേറുകളെ ദൈവം പൊട്ടിക്കുന്നു. അവൻ എല്ലാ നുഖത്തെയും ദൈവം തകർക്കുന്ന ഒരു പ്രാർത്ഥന ഇത് മാറുന്നു. പീഡിതരെ ദൈവ സ്വതന്ത്രമായി വിട്ടേക്കുന്ന ഒരു പ്രാർത്ഥനയായി ദൈവം മാറ്റുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവശക്തിയാണെങ്കിൽ, ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ആരാധനയ്ക്കകത്ത് ബന്ധനങ്ങൾ അഴിയുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരുമ്പോൾ
തീ തൊട്ട ചണനൂൽ പോലെ ചില ബന്ധനങ്ങൾ കത്തി മാറുന്നു. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഈ മീറ്റിങ്ങിനകത്ത് ഒരു അസാധാരണമായ ഒരു ആത്മശക്തി, പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നിറവ് ഇതിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മൾ എത്ര വലിയ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര വലിയ മിനിസ്ട്രിക്ക് ഇറങ്ങുന്നത് പറഞ്ഞാലും, നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. 3 മിഷൻ ട്രിപ്പുകൾക്ക് പൗലൂസ് പോകുമ്പോഴും പൗലൂസിനെ നയിച്ചത് ദൈവശക്തിയായിരുന്നു. കർത്താവിൽ പ്രസിദ്ധനായ ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജോർജ് മുള്ളർ എന്നാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹം തന്റെ 70-ാമത്തെ വയസ്സ്, ഇന്നത്തെ ഫ്ലൈറ്റോ മറ്റൊന്നുമില്ലാത്ത സമയത്ത് 70-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു മിഷൻ ട്രിപ്പിന് നേതൃത്വം കൊടുത്തു. ആമേൻ, സ്തോത്രം. അദ്ദേഹം ഒരു മിഷൻ ട്രിപ്പിന് നേതൃത്വം കൊടുത്തു. അദ്ദേഹത്തിന്റെ ആ 70-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആ ട്രിപ്പിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം 40-ലധികം രാജ്യങ്ങളോട് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു. അത് മാത്രമല്ല, 2 ലക്ഷം കേൾവിക്കാരോട് അദ്ദേഹം ദൈവവചനം ഷെയർ ചെയ്തു. നോക്കുക, ജോർജ് മുള്ളറിന്റെ 70-ാമത്തെ വയസ്സിൽ ഈ 44 രാജ്യങ്ങൾ സന്ദർശിക്കണമെങ്കിൽ, 2 ലക്ഷം ആൾക്കാരോട് ദൈവത്തിന്റെ വചനം പറയണമെങ്കിൽ, ആമേൻ, നിങ്ങൾ തിരിച്ചറിയണം, അവിടെ വ്യാപരിച്ചത് മറ്റൊന്നുമല്ല, അവിടെ വ്യാപരിച്ചത് ദൈവശക്തിയാണ്. ഈ മീറ്റിങ്ങിനകത്തും ഞാൻ ആത്മാവിൽ പറയുന്നു, ആ ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കട്ടെ. ആമേൻ, സ്തോത്ര. കിരാതമായ ആഫ്രിക്കയുടെ ഭൂഖണ്ഡത്തിൽ അവൻ ഡേവിഡ് ലിവിസ്റ്റനെ ഉപയോഗിച്ചത് അവിടെ അവരുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയാണ്. ഒറീസയുടെ മണ്ണിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഗ്രഹാം സ്റ്റീൽസ് കുഞ്ഞുങ്ങൾ, അവരെ കർത്താവ് അവിടെ ഉപയോഗിച്ചത് അസാധാരണമായ ദൈവശക്തിയാണ്. എങ്കിൽ ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, ആത്മശക്തി നിങ്ങളുടെ മേൽ ചലിക്കട്ടെ. നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പ്രാപിച്ച ശക്തിയല്ല, അതിനേക്കാൾ ഒരു വലിയ ആത്മശക്തി നിങ്ങളുടെ മേൽ പകരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വസിക്കുക, ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ പകരപ്പെടാൻ പോകുകയാണ്. നമുക്കറിയാം, പൈശാചിക ശക്തികൾ കൊടികുത്തി വാഴുന്ന അർത്തമീസിന്റെ ആധിപത്യവും മന്ത്രവാദവും ആഭിചാരങ്ങളും നിറഞ്ഞ എഫെസസ് പട്ടണത്തിനകത്ത് പൗലൂസ് ചോദിച്ച 1-ാമത്തെ ചോദ്യം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അവര് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. അവിടെ നമുക്കറിയാം, തുറന്നോസിന്റെ പാഠശാലയിൽ 12 പേരോട് പൗലൂസ് ദൈവവചനം സംസാരിക്കാനിടയായി തീർന്നു. 12 പേരുടെ അടുക്കത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ദൈവശക്തി ആ 12 പേരിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ശക്തി എഫെസസ് പഠനത്തിലെ ഈവിൾ സ്പിരിറ്റിനേക്കാൾ, അവിടെ ഭരിച്ച പൈശാചിക ശക്തികളെക്കാൾ വലുതാണ് അവരുടെ മേൽ പകർന്ന ദൈവാത്മാവിന്റെ ശക്തി. ഞാൻ ഉറപ്പോടെ പറയുന്നു, ഈ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ മാളിക മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പോസ്തലന്മാരെ പോലെ ദൈവം ചിലരെ തീ ജ്വാലകളാക്കി മാറ്റാൻ പോകുന്നു. അന്യഭാഷയുടെ അടയാളം ഇതിനകത്ത് വെളിപ്പെടട്ടെ. കൃപാവരങ്ങൾ ഇതിനകത്ത് പുറത്തു വരട്ടെ. ആമേൻ, സ്വന്തം ഭാഷകളുടെ വ്യാഖ്യാനങ്ങൾ, വെളിപ്പാടുകൾ, പ്രവചനങ്ങൾ, ദൂതുകൾ ദൈവത്തിന്റെ ആത്മാവ് ഇതിന്റെ അകത്ത് ദൈവാത്മാവ് കൈമാറാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക, ഇതിന്റെ അകത്ത് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ ദൈവം ചിലരെ തീ ജ്വാലകളാക്കി ദൈവത്തിന്റെ ആത്മാവ് മാറ്റാൻ പോകുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അസാധാരണമായി, ഞാൻ പറയുന്ന കാര്യം അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലാണ്. അസാധാരണമായ വീര്യപ്രവർത്തികൾ പൗലൂസ് മുഖേന ദൈവം അവിടെ ചെയ്യിപ്പിച്ചു. ആമേൻ, സ്വതന്ത്രം. അവിടെ അനേകം പേർ സൗഖ്യം പ്രാപിച്ചു. അവൻ ദൈവശക്തി അവിടേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. നിങ്ങൾ തിരിച്ചറിയുക, അവിടെ ഒരിക്കൽ പൈശാചിക ശക്തി ഇളകിയപ്പോൾ അവര് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലൂസിനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്, പക്ഷെ നിങ്ങൾ ആരാണ്? ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അസാധാരണമായ ദൈവശക്തി നിങ്ങളുടെ മേൽ ദൈവം കൈമാറട്ടെ. ഈ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു അധികാരത്തിന്റെ ശുശ്രൂഷ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടേണ്ട ഒരു അധികാരത്തിന്റെ കൈമാറ്റം ദൈവത്തിന്റെ ആത്മാവ് ഇതിന്റെ അകത്ത് കൈമാറാൻ പോകുന്നു. എത്ര പേർ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ ഇവിടെ എഴുന്നേൽക്കുന്നതിനകത്ത് വെച്ച് ചില ശുശ്രൂഷയുടെ കൈമാറ്റങ്ങൾ
കൈമാറ്റങ്ങൾ, ചില കൃപാവരങ്ങളുടെ കൈമാറ്റങ്ങൾ, ഏലിയാവിന്റെ ഇരട്ടിപ്പങ്കിൽ ശക്തി എലീശയുടെ മേൽ ഇറങ്ങി വന്നതുപോലെ സാധാരണമായ ചില ശുശ്രൂഷയുടെ അഭിഷേകത്തിന്റെ കൈമാറ്റങ്ങൾ, ചില അധികാരത്തിന്റെ കൈമാറ്റങ്ങൾ, റാം ഷതുനി അംസിയാന റേമ ഷതൽ കേമന ദുനിയ യേശുവിന്റെ നാമത്തിൽ ചില അഭിഷേകത്തിന്റെ കൈമാറ്റങ്ങൾ ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോകുന്നത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ ആത്മാവിൽ ഒന്ന് ആരാധിക്കുക, പ്രാർത്ഥിക്കുക. ഈ മിനിസ്ട്രിക്കകത്ത് ദൈവാത്മാവ് പറയുന്നു, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബീന ജെയ്സസിനോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുന്നതിനകത്ത് വെച്ച് അവൻ ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നു. ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുന്നതിനകത്ത് വെച്ച് ദൈവം ചിലരെ തൊടാൻ പോകുന്നു. ദൈവത്തോടൊപ്പം ഇരുന്ന മോശയുടെ ത്വക്ക് പ്രകാശിച്ചതുപോലെ കർത്താവിന്റെ ദാസ്യെ നിങ്ങൾ തിരിച്ചറിയുക, ഇതിനകത്ത് ചിലരുടെ ത്വക്ക് പ്രകാശിക്കാൻ പോകുന്നു. അവൻ ദൈവത്തോടൊപ്പം ഇരുന്നവർ അവൻ കർത്താവിന് വേണ്ടി ഫലം കായ്ച്ചതുപോലെ ഇതിനകത്ത് ഫലം കായ്ക്കുന്ന ഒരു തലമുറ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഈ വർഷത്തിന്റെ അവസാനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വിശ്വാസത്തോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുന്നത് പോലെ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ആമേൻ സ്തോത്രം എഴുന്നേൽക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി ഈ മീറ്റിംഗിനകത്ത് ദൈവാത്മാവ് ചെയ്യാൻ പോകുന്നു. വിശ്വാസത്തോടെ നിങ്ങൾ ഏറ്റെടുക്കുക. ഒരു വലിയ ഡെലിവറൻസ് ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടുകൂടി റിമന ഹസ്തൽ പ്രൗഢവൽക്കമന ഘടക ഈ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോകുന്നു. ആത്മശക്തി ഇതിനകത്തേക്ക് വ്യാപരിക്കാൻ പോകുന്നു. ചില കുടുംബങ്ങൾക്കകത്തേക്ക്, ചില തലമുറകൾക്കകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ദൂത് പറയുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിനകത്ത് വെച്ച് അസാധാരണമായ ദൈവം ചിലതിനെ അഭിഷേകത്താൽ, ആത്മശക്തിയാൽ ആമേൻ ദൈവത്തിന് ആത്മാവ് ചിലതിനെ പുറത്തെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, യവസോസ് പഠനത്തിൽ പൈശാചിക ശക്തികൾ തിമിർത്താടുന്ന പഠനത്തിനകത്തേക്ക് അസാധാരണമായ ആത്മശക്തി അവിടേക്ക് വ്യാപരിച്ചു. അതിനെക്കുറിച്ച് എഫെസ്യ ലേഖനത്തിനകത്ത് ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിനകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആമേൻ പൗലൂസിന്റെ പ്രാർത്ഥനയ്ക്കകത്തും അവിടെ വായിക്കുന്ന ഒരു ഭാഗം എങ്ങനെയാണ്? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വാസത്തോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, വെള്ളത്തിന്മീതെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് ആമേ ഹല്ലേലൂയ രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കിയ ദൈവശക്തി ഇന്നും നിന്നു പോയിട്ടില്ല. ഈ പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ ദൈവഭക്തന്മാരുടെ ഇടയിലേക്ക് ഒരു ആത്മാവിന്റെ നിറഞ്ഞ ശക്തി ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെടാൻ പോകുന്നു. വിശ്വാസത്തോടെ നമുക്ക് ആത്മാവിൽ കാണാം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ ഈ മീറ്റിങ്ങിനകത്ത് അനുഭവിച്ചറിയാൻ പോകുന്നു. അവൻ ദൈവശക്തി വ്യാപരിച്ചാൽ എരിഹോവിന്റെ മതിലുകൾ തകർന്നു മാറും. ദൈവശക്തി വ്യാപരിച്ചാൽ ചെങ്കടൽ പോലുള്ള പ്രശ്നങ്ങൾ രണ്ടായിട്ട് മാറും. ദൈവശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ കട്ടിയായ വിഷയങ്ങളും അവൻ ദുരീകരിക്കപ്പെടുന്ന ഒന്നുണ്ടെങ്കിൽ അസാധാരണമായ ദൈവശക്തിയാണ്. ഞാൻ വിശ്വാസത്തോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ മീറ്റിങ്ങിനകത്ത് ദൈവത്തിന്റെ ശക്തി അസാധാരണമായ ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് തൊടാൻ പോകുന്നു. പൗലോസിന്റെ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണത്. കർത്താവ് ഇവരുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണമേ, ഇവർക്ക് ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ കൊടുക്കണമേ, ആ കർത്താവിന്റെ വിളിയാലുള്ള ആശ തിരിച്ചറിയാൻ അവർക്ക് കൃപ കൊടുക്കണമേ. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുടെ അകത്തുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് കർത്താവെ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എങ്കിൽ ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയ്ക്കകത്ത് നമുക്ക് വിശ്വസിക്കാം, ദൈവശക്തി നമ്മുടെ അകത്ത് വ്യാപരിച്ചു കഴിഞ്ഞാൽ അസാധാരണമായ സ്തോത്രം ആത്മാവിന്റെ പകർച്ച അവൻ നമ്മുടെ അകത്തേക്ക് വെളിപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വലിയ ആഭിചാരമാണെങ്കിലും, എത്ര വലിയ മന്ത്രവാദങ്ങളാണെങ്കിലും, എത്ര വലിയ ക്ഷുദ്രപ്രയോഗങ്ങളാണെങ്കിലും അതിനെ കത്തിച്ചു കളയുവാൻ ദൈവശക്തി കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരു ഭാഗത്ത് നിന്നെ മുൻപോട്ട് വിടത്തില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ, ഓ ജീസസ്, ഒരു ഭാഗത്ത് നിങ്ങളുടെ ശുശ്രൂഷ ശക്തിയോടെ പോകാൻ കഴിയത്തില്ല എന്ന് ആമേൻ ഇസബേലിന്റെ ശക്തികൾ നിനക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്ലാറ്റ്ഫോമിൽ പറയുന്നു, ആമേൻ ഒരു അസാധാരണമായ ഒരു ആത്മശക്തി നിങ്ങളുടെ അകത്തേക്ക് വെളിപ്പെടാൻ പോകുന്നു. നിങ്ങൾ
നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങൾ നിങ്ങൾ ആ ശക്തി ഏറ്റെടുക്കുക. റാം ഷത്തുനി ഹമൽ കമാന ഘടക. ഇന്നലകൾ നിങ്ങൾ പ്രാപിച്ചതുപോലെയല്ല, ഇന്നലകൾ നിങ്ങൾ അനുഭവിച്ചതുപോലെയല്ല. അതിനേക്കാൾ അപ്പുറമായ ഒരു ആത്മ നിറവ്, പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങളുടെ അകത്തേക്ക് വെളിപ്പെട്ട് വരുന്നു. നിങ്ങൾ പാർക്കുന്ന ഇടം സാത്താന്റെ സിംഹാസനമാണെങ്കിലും, നിങ്ങൾ പാർക്കുന്ന ഇടം പൈശാചിക ഇരിപ്പിടമാണെങ്കിലും, ഞാൻ ഇന്ന് പകൽ ഇതിനകത്ത് ആത്മനിറവിൽ വിളിച്ചു പറയുന്നു, എത്ര വലിയ ഇരുട്ടിന്റെ ആധിപത്യം കൊടികുത്തി വാഴുന്ന സ്ഥലമാണെങ്കിലും ദൈവശക്തി നിങ്ങളുടെ അകത്തേക്ക് ചലിക്കാൻ തുടങ്ങിയാൽ, ഓ രവ ശബ്ദൽ കവനഘടക, അവിടെ വ്യാപരിക്കുന്ന ഈവിൽ സ്പിരിറ്റിനേക്കാൾ, അവിടെ വ്യാപരിക്കുന്ന പൈശാചിക സ്വാധീനത്തെക്കാൾ അവൻ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. എത്ര പേർ ആത്മാവിൽ അത് ഏറ്റെടുത്ത് ആരാധിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ ആരാധിച്ച് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഒരു ആത്മസാന്നിധ്യം, ആമേൻ, ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് കൈമാറാൻ പോകുകയാണ്. ശക്തിയോട് അന്യഭാഷകൾ ദൈവത്തെ ആരാധിച്ച് ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഇന്നലെ വരെ നിങ്ങൾ പരാജയപ്പെട്ട ഇടത്ത്, ഇന്നലെ വരെ നിങ്ങൾ തോറ്റ സ്ഥാനത്ത് ഇനി ഒരടി പോലും മുൻപോട്ട് കാൽ വെക്കാൻ പറ്റത്തില്ലെന്ന് ശത്രു വിധി എഴുതിയ മണ്ണിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ദൂതായിട്ട് പറയുന്നു, നിങ്ങൾ ജയിക്കാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുമ്പോൾ ദൈവം ചിലരെ തീജ്വാലകളാക്കി മാറ്റാൻ പോകുന്നു. ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അടയപ്പെട്ട വാതിലുകൾ ദൈവം തുറക്കാൻ പോകുന്നു. ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുമ്പോൾ കുറിച്ചിടുക, ചിലർ ആത്മനിറവിൽ പ്രവചിക്കാൻ പോകുന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെങ്കിൽ, നിങ്ങളുടെ പുത്രന്മാരുടെ മേൽ, പുത്രിമാരുടെ മേൽ, ഓ എന്റെ ആത്മാവിനെ പകരുമെങ്കിൽ, ഒരു അസാധാരണമായ ഒരു ആത്മ പകർച്ച നിങ്ങളുടെ ശരീരത്തിനകത്ത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ആ ട്രാൻസ്ഫോമറിനേക്കാൾ ശക്തിയോടെ കറണ്ട് പോലെ പാസ് ചെയ്യുന്ന ഒരു ആത്മശക്തി ഈ പ്രാർത്ഥനയ്ക്കകത്ത്, ആമേൻ, ക്യാൻസറിൽ കൊടുക്കുന്ന റേഡിയേഷനേക്കാൾ, കീമിയേക്കാൾ പവർ പരിശുദ്ധാത്മാവിനുണ്ടെങ്കിൽ ഒരു വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ഇതിനകത്തേക്ക് ഒരു ദൈവശക്തി നിങ്ങളുടെ അകത്തേക്ക് വെളിപ്പെടാൻ പോകുന്നു. എത്ര വലിയ പൈശാചിക ആധിപത്യങ്ങൾ ഉണ്ടെങ്കിലും ദൈവശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കോട്ടകൾ തകരും, അവിടുത്തെ കെട്ടുകൾ പൊട്ടിമാറും. നിങ്ങൾ വിശ്വാസത്തോടെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുക, കർത്താവേ, ആ സാന്നിധ്യം എന്റെ അകത്തേക്ക് ഇന്ന് പകൽ ചലിക്കണമേ. ഒന്ന്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പത്തെ കുറിച്ച് പൗലോസ് എഫെസ്യ ലേഖനത്തിൽ എന്ന് പറയുന്നു. രണ്ട്, ഈ ഭാഗങ്ങൾ നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളാണ്. അവിടെ വായിക്കുന്നു, ആ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിക്കാനിടയായി തീർന്നു. അപ്പോൾ ദൈവശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ എത്ര മരിച്ചു കിടക്കുന്ന അവസ്ഥയാണെങ്കിലും അവിടെ ജീവൻ വ്യാപരിക്കും. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അസ്ഥി താഴ്വരയ്ക്കകത്ത് അവിടെ എന്താ പ്രതീക്ഷ, അവിടെ എന്താ സാധ്യത? അവിടെ ചിതറിക്കിടക്കുന്ന അസ്ഥികളാണ്. ആമേൻ, അവിടെ ഒരു സാധ്യതയുമില്ല. അസ്ഥികൾ ജീവിക്കാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ നിങ്ങൾ നോക്കുക, യെഹെസ്കേൽ പ്രവാചകൻ ആത്മമണ്ഡലത്തിനകത്ത് പ്രവചിക്കുമ്പോൾ അസ്ഥികൾ ജീവിച്ച് ഒരു വലിയ സൈന്യമായി അതിനകത്ത് എഴുന്നേൽക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ആത്മാവിൽ വിളിച്ചു പറയുന്നു, അസ്ഥി താഴ്വരയിൽ പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിച്ചെങ്കിൽ പ്രതീക്ഷകളില്ലാത്ത, സാധ്യതയില്ലാത്ത ഇടത്താണ് നിങ്ങൾ നിൽക്കുന്നുവെങ്കിലും ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ചില അസ്ഥികൾ ജീവിച്ചൊരു മഹാസൈന്യമായി ഇതിനകത്ത് എഴുന്നേൽക്കാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവശക്തി വ്യാപരിച്ചാൽ മരിച്ചത് ജീവിക്കും. നാറ്റം വെച്ച് 4 ദിവസമായ ലാസർ ഉയർത്തെഴുന്നേറ്റത് ദൈവത്തിന്റെ ശക്തിയാണ്. മറക്കരുത്, റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് ആമൻ, ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്ന് പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റത് അവിടെ വ്യാപരിച്ച ദൈവശക്തിയാണ്. കല്ലറകളിൽ ഉള്ളവർ ദൈവശബ്ദം കേട്ട് എഴുന്നേറ്റ് വരുന്നത് മറ്റൊന്നുമല്ല, അവിടെ വ്യാപരിച്ച ദൈവശക്തിയാണ്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരത്തിലേക്ക് ചലിച്ചാൽ നിങ്ങൾ ജീവിച്ച് എഴുന്നേൽക്കാനിടയായി തീരും. ഈ മീറ്റിങ്ങിനകത്ത് ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, അവൻ മരിച്ചു കിടക്കുന്ന വിഷയങ്ങൾ, സാധ്യതയില്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഉയർപ്പിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്?
യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ഇതിനകത്തേക്ക് വ്യാപരിക്കട്ടെ. ചില കുടുംബങ്ങൾക്ക് അകത്തേക്ക്, ചില തലമുറയ്ക്ക് അകത്തേക്ക് ആ ശക്തി വ്യാപരിക്കട്ടെ. ഓ ശമന ഹസ്തൽ പ്രൗഢമൽ കമാന ഘടക ദുനിയാന്തൽ പ്രൗഢമൽ കമാന ഘടക. യേശുവിന്റെ നാമത്തിൽ ഒരു അസാധാരണമായ ഒരു ആത്മപകർച്ചയ്ക്കായിട്ട് ഇത് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഏൽപ്പിച്ചു കൊടുത്ത് ആ ദൈവശക്തി നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിക്കാൻ പോകുന്നു. മരിച്ചു കിടക്കുന്ന വിഷയമാണെങ്കിലും, ഇനി സാധ്യതയില്ലെന്ന് ലോകം പറഞ്ഞ ചില വിഷയങ്ങളാണെങ്കിലും, ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിങ്ങൾ ഇന്നത്തെ ദിവസം ഈ മീറ്റിങ്ങിനകത്ത് നിങ്ങൾ ഇവിടെ എഴുന്നേൽക്കുന്നതിനകത്ത് വെച്ച് ഒരു ആത്മശക്തി നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിക്കാൻ പോകുന്നു. എന്റെ ഭാഷകൾ നിങ്ങൾ ദൈവസ്ഥനിൽ ആയിരിക്കുന്ന സ്ഥാനത്ത് അല്പസമയം ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ആത്മമണ്ഡലത്തിനകത്ത് നിങ്ങൾ സ്തുതിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കൃപ ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. ഈ മിനിസ്ട്രിക്ക് വിരോധമായി, ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വിരോധമായി, അവൻ ഇതിനകത്തുള്ള ഐക്യതകൾക്കെതിരെ, ഓ ജീസസ്, ദൈവപ്രവർത്തികൾക്കെതിരെ വ്യാപരിക്കുന്ന സകല ഇരുട്ടിന്റെ ശക്തികളെയും ഞങ്ങൾ ദാസന്മാർ ഞങ്ങൾ ഒരുമിച്ച് അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ഒരു ഭയങ്കരമായ ഒരു ആത്മപകർച്ച ഇതിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൈമാറുവാൻ നമുക്ക് ആഴമായി പ്രാർത്ഥിക്കാം. ദൈവശക്തി വ്യാപരിച്ചാൽ മരിച്ചത് ജീവിച്ചെഴുന്നേൽക്കും. നിങ്ങൾ നോക്കുക, അസ്ഥിയെ നോക്കി പ്രവചിക്കുമ്പോൾ പ്രതീക്ഷയില്ലാത്ത, സാധ്യതയില്ലാത്ത, തള്ളപ്പെട്ട് കിടക്കുന്ന അസ്ഥികൾ. ഇനി എവിടെ സാധ്യത? പ്രതീക്ഷ എന്നതാണ്. ദൈവത്തിന്റെ ആത്മാവ് അതിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. അസ്ഥിക്കകത്തേക്ക് ത്വക്ക് വന്നു, മാംസം വന്നു, അസ്ഥികൾ ഒരുമിച്ചുകൂടി ത്വക്ക് പൊതിഞ്ഞു, മാംസം പിടിപ്പിക്കപ്പെട്ടു. അതിനകത്തേക്ക് ജീവശ്വാസം ഊതുമ്പോൾ, അതിനകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശുമ്പോൾ ഇത് എഴുന്നേറ്റ് വരികയാണ്. എങ്കിൽ ഞാൻ വിശ്വാസത്തോടെ സൈന്യമായി എഴുന്നേൽക്കുകയാണ്. ആത്മാവിൽ പറയുന്ന ഈ മീറ്റിങ്ങിനകത്തും ദൈവശക്തി സാധ്യതയില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ കൈവിട്ട കേസുകൾ, സാധ്യതയില്ല, ഇനി പ്രതീക്ഷയില്ല, മരിച്ചു പോകും എന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ അവൻ അതിലൂടെ ആത്മാവിൽ പ്രവചിക്കുന്നു. നിങ്ങൾ അവൻ അസ്ഥി താഴ്വരയിൽ ജീവൻ ഉണ്ടായതുപോലെ ഹസ്തൽ പ്രൗഢമന ശബ്ദൽ കമന ഘടക. എന്റെ ഭാഷയിൽ ഒന്ന് ആരാധിച്ചു തുടങ്ങട്ടെ. എല്ലാവരും ആത്മമണ്ഡലത്തിനകത്ത് സ്തുതിച്ചു തുടങ്ങട്ടെ. ദൈവശക്തി ഇതിനകത്തേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ആത്മശക്തി ഇതിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൈമാറുന്നു. ഇനി പ്രതീക്ഷയില്ല, ഇതിനപ്പുറം നിങ്ങൾ കടക്കത്തില്ല, സാധ്യതയില്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾക്കകത്ത് റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ചവൻ, കല്ലറകളെ തുറന്നവൻ, ഉയർത്തെഴുന്നേറ്റവൻ ഇന്ന് ഇതിന്റെ നടുവിൽ നിൽക്കുന്നുണ്ട്. എത്ര പേർ ഒരുമിച്ച് അന്യഭാഷയിൽ ആരാധിച്ച് ശക്തിയോടെ ഉടമന ഹസ്തൽ പ്രൗഢമൽ കമന ഘടക ഷാദൽ കമന ഘടക വീരാജേസസ് ദൈവാത്മാവ് പറയുന്നു. ഇതിനകത്ത് ഒരു കൂട്ടം പേരെ ക്രിസ്തുവിൽ ധൈര്യപ്പെടുത്തുവാൻ, ഒരു കൂട്ടം പേരെ ക്രിസ്തുവിൽ അഭിഷേകം ചെയ്യാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ചിലരെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, പുതിയതും മൂർച്ചയേറിയ പല്ലേറിയ ഒരു മെതിവണ്ടിയാക്കി അവൻ ചിലതിന്റെ ദൈവത്തിന്റെ ആത്മാവ് മാറ്റാൻ പോകുന്നു. ഇന്നത് വിശ്വാസത്തോടെ കാണുന്നവർ ആത്മമണ്ഡലത്തിനകത്ത് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഇരിക്കുന്ന സ്ഥാനങ്ങൾക്കകത്ത് ഓ റബ ശബ്ദൽ പ്രൗഢമൽ കമന ഘടക ദുനിയാന്തൽ പ്രൗഢമൽക്കൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച് തുടങ്ങട്ടെ. ഒരു അഭിഷേകത്തിന്റെ ആത്മപകർച്ച ഈ മീറ്റിങ്ങിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് കൈമാറട്ടെ. ഒന്ന് ദൈവത്തോട് ആരാധിച്ച് എത്ര വലിയ പ്രതികൂലങ്ങളെ ദൈവം തകർത്തെറിയുവാൻ. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡിഹങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണെങ്കിൽ ഇന്ന് മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിരോധമായി, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി, നന്മയ്ക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന ചില കോട്ടകൾ ദൈവം തകർക്കുന്നുണ്ട്. ആമേ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, അടുത്ത ദിവസങ്ങൾ ഓടി ആമേൻ ആത്മാവിൽ ജയമെടുക്കുവാൻ ഒറ്റ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും പകലും ഹോരേബോളം നടന്നൊരു ഏലിയാവിനെ പോലെ ഇന്നത്തെ ദിവസം ഈ വീട്ടിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരു അസാധാരണമായ ഒരു ആത്മശക്തി ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളുടെ മേൽ, ചില കുടുംബങ്ങളുടെ മേൽ ദൈവാത്മാവ് കൈമാറാൻ പോകുന്നു. ഇന്നലെ വരെ നീ തളർന്നിരിക്കുന്ന ചില മേഖലകളും ഇനി ഒരടി പോലും മുൻപോട്ട് പോകാൻ വയ്യെന്ന് പറഞ്ഞ ചില മേഖലകളും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്നത്തെ ദിവസം നിന്നാ ഞാൻ പണക്കൊടുന്നതിന് പാതി ചെല്ലുമെന്ന് പറഞ്ഞതുപോലെ ഒരു അസാധാരണമായ ആത്മശക്തി ഈ മീറ്റിങ്ങിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് കൈമാറാൻ പോകുന്നു. അല്പസം അന്യഭാഷകൾ ഒന്ന് ആരാധിച്ച് എല്ലാവരും ഒന്ന് ആത്മാവിൽ ഒന്ന് ആരാധിച്ച് ദൈവശക്തി വ്യാപരിക്കട്ടെ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒന്ന് ആത്മാവിൽ നിന്ന് ആരാധിച്ച്, നിങ്ങൾ എത്ര കട്ടിയായ വിഷയമാണെങ്കിലും എത്ര ഗഹനമായ വിഷയങ്ങളാണെങ്കിലും നിങ്ങൾ ഒന്ന് ആത്മാവിൽ നിന്ന് ആരാധിച്ച് ഈ മെസ്സേജിനകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ റീമൽ കമാന ഘടക ശബ്ദൽ കമന ഘടക ഹല്ലേലൂയ. ബിന്ദു ബൈച്ചു ശിശ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്, നീ കാത്തിരിക്കുന്ന ചില വിഷയങ്ങൾ
നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് പൊൻചെങ്കോൽ നീട്ടാൻ പോകുന്നു. കർത്താവ് ഇങ്ങനെ പറയുന്നു, പ്രാർത്ഥനാ റൂമിൽ നീ കുറിച്ചു വെച്ച് എഴുതി വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് എസ്തേർ 5-ാം അധ്യായം വായിക്കുക. അവൻ പൊൻചെങ്കോൽ നീട്ടിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? രാജ്യത്തിന്റെ പകുതി വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞതുപോലെ ദൈവശക്തി നിങ്ങളുടെ വ്യാപരിക്കുമെന്ന് ദൈവാത്മാവ് പ്രവചിക്കുന്നു. ഈ ഫാസ്റ്റിംഗ് പ്രയർ തീരുന്നതിനകത്തു വെച്ച് നിങ്ങൾ എഴുന്നേറ്റ് സാക്ഷി പറയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ചില പ്രവർത്തികൾ പൊൻചെങ്കോൽ നീട്ടുമെന്ന് ദൈവാത്മാവ് പറയുന്നു. അർഹതയില്ലാത്ത സ്ഥാനത്ത് ചില വിരുന്നുകൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ശത്രുക്കൾ മത്തി ചില വിരുന്ന് കർത്താവ് ഒരുക്കും. പട്ടണത്തിൽ ചില വിരുന്നുകൾ നിങ്ങൾ കാണാൻ പോകുന്നു. കുറിച്ചു വയ്ക്കുക. ദൈവത്തിനാത്മാവ് ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥന വിഷയത്തിന്റെ മറുപടികൾ ഈ ദിവസം ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോകുന്നു. ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ഇത് ബന്ധപ്പെടുന്നു, അത് വരും നിശ്ചയം. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ചില വിഷയത്തിനകത്ത് ദൈവാത്മാവ് മറുപടി തരാൻ പോകുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, അസ്ഥി താഴ്വരയ്ക്കകത്ത് അവൻ പ്രതീക്ഷയില്ലാത്ത സാധ്യതയില്ലാത്ത ചിലത് ജീവിച്ചെഴുന്നേറ്റതുപോലെ ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുമ്പോൾ കുറിച്ചു വെച്ചോ. അവൻ ചില കുടുംബങ്ങൾക്കകത്ത് ഡോക്ടർമാർ കൈവിട്ട വിഷയങ്ങൾ, ഇനി സാധ്യതയില്ലെന്ന് ലോകം പറഞ്ഞ ചില വിഷയങ്ങൾ, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ജീവിച്ച് ഒരു സൈന്യമായി എഴുന്നേറ്റതുപോലെ ചിലത് ദൈവത്താൽ വിടുവിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. മുൻപോട്ട് വിടാത്ത ചില വിഷയങ്ങൾ, ഗ്രേസി എബ്രഹാം ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്, മുൻപോട്ട് പോകാൻ പറ്റാത്ത ചില വിഷയങ്ങൾ ഇന്ന് പകൽ നിങ്ങൾ വിടുവിക്കപ്പെടാൻ പോകുകയാണ്. മുൻപിൽ ചെങ്കടൽ, പിൻപിൽ ഫറവോൻ സൈന്യവും, എങ്കിലും മുൻപോട്ട് പോകും. വഴി അവിടെയിൽ അടയപ്പെടുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ചെങ്കടലിനകത്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പാത ഒരുക്കി നിങ്ങൾ അക്കത് എത്തിക്കുവാൻ ദൈവത്തിന് കഴിയുണ്ട്. കർത്താവ് ഇങ്ങനെ പറഞ്ഞ എല്ലാ സാധ്യതകളും അസ്തമിച്ചു എന്ന് നിങ്ങൾ തോന്നിയ ഇടത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ഉറവ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുകയാണ്. എലീശയുടെ കാലത്ത് ഇങ്ങനെ പറഞ്ഞു, ഈ താഴ്വരയിൽ ചില കുഴികൾ വെട്ടുവിൻ, കാറ്റ് കാണത്തില്ല, കോള് കാണത്തില്ല, പക്ഷെ നിങ്ങളുടെ ആട് മാടുകൾ കുടിക്കുന്ന നിലവാരത്തിൽ നിങ്ങളുടെ താഴ്വര വെള്ളം കൊണ്ട് നിറയുന്നത് പോലെ ഈ മെസ്സേജ് പറയുമ്പോൾ തന്നെ ചില വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. ഇരുമ്പ് വാതിലുകൾ സ്വതവേ ഈ സമയത്ത് തുറന്നു മാറുന്നു. നൂതനമായിട്ട് പത്രോസ് യാത്ര ചെയ്തത് പോലെ ചില തടസ്സങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് മാറ്റുന്നു. അല്പസം അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥിക്കുക. ഒരു ഭയങ്കരമായ ഡെലിവറൻസുകൾ. ഷാദൽ പ്രൗഢവൽ കമനഘടക അവൻ ചെറിയാൻ കർത്താവിന്റെ ദാസന് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ, നമ്മുടെ ചിറകിനെ വെട്ടി വീഴ്ത്തിക്കളയുവാൻ, പറക്കേണ്ട ചിറകിനെ പോലും വെട്ടി വീഴ്ത്തിക്കളയാൻ ഒരു ഭാഗത്ത് ശത്രു ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്, 2 ചിറകുള്ളതിൽ ഒരു ചിറകിനെ വെട്ടി വീഴ്ത്തിയാൽ നമ്മുടെ ബാലൻസ് പോകും. അതുപോലെ നമ്മുടെ ചിറകിനെ വെട്ടി വീഴ്ത്തി ഒരു ഭാഗത്ത് തന്നെ മുതികളയുമെന്ന് ഇരുട്ടിന്റെ ശക്തികൾ വെല്ലുവിളിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് മകൾ ദൂത് വിളിച്ചു പറയുന്നു, ആമേൻ, സ്വതം കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുന്നത് പോലെ ദൈവശക്തി വ്യാപരിക്കാൻ പോകുന്നു. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. അത് വെട്ടിയാലും കിളിർത്തു വരും. അതിന്റെ വേരറ്റുപോയാലും വെള്ളത്തിന്റെ അല്പം തട്ടുമ്പോൾ അത് വീണ്ടും ജീവിക്കും. പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ ദാസനെ ഈ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് ഒരു ആത്മശക്തി നിന്റെ അകത്ത് ദൈവം പകരപ്പെടാൻ പോകുന്നു. പഴയതല്ല, ഒരു പുതിയ തുരുത്തിയാക്കി ഒരു പുത്തൻ ആത്മാവിന്റെ തലത്തിലേക്ക് ദൈവാത്മാവ് മാറ്റാൻ പോകുന്നു. യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാന്റെ മേൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചതുപോലെ ആത്മശക്തി ദൈവത്തിന്റെ ആത്മാവ് കൈമാറാൻ പോകുന്നു. ഈ വീട്ടിനകത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ച് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വരികയാണ്. അടകമാൽ കമാനകൾ നീ കണ്ടിട്ടില്ലാത്ത ചില വിടുതലുകൾ. അതെ, മിനിസിസ്റ്റർ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവ പ്രവർത്തികൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. ഇതുവരെ നിങ്ങൾ പ്രാപിച്ചിട്ടില്ലാത്ത, ഇതുവരെ നിങ്ങൾ എത്തിയിട്ടില്ലാത്ത ചില മേഖലയിലേക്ക് ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ദൈവത്തിന്റെ ആത്മാവ് എത്തിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുക. ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ, ഒരുമിച്ചുള്ള പ്രാർത്ഥന, സെരുബാബേലിന്റെ മുൻപിൽ നിന്ന മഹാപർവ്വതം സമഭൂമിയായി മാറി. അത് സൈന്യത്താലല്ല, ശക്തിയാലുമല്ല,
ദൈവത്തിന്റെ ആത്മാവിൽ തന്നെ. എങ്കിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ചില കട്ടിയായ വിഷയങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്കായി പരിഹരിക്കാൻ പോകുക. ഹസ്തൽ പ്രൗഢമൽ കമന ഘടക ഷാദൽ കമന ഘടക പ്രൗഢമൽ കമന. തന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ ആണ്ടുകൾ കഴിയും മുമ്പ് അങ്ങയുടെ പ്രവൃത്തി എന്റെ മേൽ ജീവിപ്പിക്കണമേ. ഒരു ദൈവിക പ്രവൃത്തി ജീവിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഇന്നത്തെ ദിവസം ദൈവാത്മാവ് കുറിച്ചിടുക. ഒരു അസാധാരണമായ ഒരു വിടുതൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്നത്തെ ദിവസം ദൈവാത്മാവ് ചെയ്യാൻ പോകുന്നു. ശക്തമായ അന്യഭാഷയോട് പ്രാർത്ഥിച്ച് ഉടമന ഹസ്തൽ ജോർജ് വർഗീസ്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ നിങ്ങളിരിക്കുന്ന റൂമിലേക്ക് ഒരു ആത്മശക്തി വ്യാപരിക്കാൻ പോകുന്നു. ഒരു ദൈവസ്ഥാനത്തെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ആത്മാവിനെ പ്രവചിച്ചു പറയുന്നു, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ സാധ്യത നഷ്ടപ്പെട്ട, പ്രതീക്ഷ നഷ്ടപ്പെട്ട, ഇനി മുൻപോട്ട് ഇല്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾക്കകത്ത് ദൈവാത്മാവ് പറഞ്ഞ് മരിച്ചു കിടക്കുന്ന ചില വിഷയത്തിനകത്ത് ജീവിപ്പിച്ച് നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് കഴിവുണ്ട്. ജോർജ് വർഗീസ്, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. മനുഷ്യൻ തള്ളിക്കളഞ്ഞതിന് ദൈവം പാലിക്കുമെങ്കിൽ പ്രതീക്ഷയിലെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഉയർപ്പിന്റെ ശക്തി നിങ്ങളുടെ അകത്തേക്ക് ഇന്ന് മുതൽ വെളിപ്പെട്ടു വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഒരു വലിയ ആത്മപ്രഭാകം ദൈവം നിങ്ങളുടെ മേൽ, ജോർജ് വർഗീസ്, വലിയൊരു ആത്മപ്രഭാകം നിങ്ങളുടെ മേൽ ദൈവം അയക്കാൻ പോകുന്നു. ഒരു വലിയ ആത്മാവിന്റെ മഴ. വചനം ഇങ്ങനെ പറഞ്ഞു, പിന്മഴയുടെ കാലത്ത് നിങ്ങൾ മഴയ്ക്ക് അപേക്ഷിപ്പിൽ അവൻ മിന്നൽ പിണറുകൾ അയക്കുമെന്നാണ്. എങ്കിൽ ദൈവാത്മാവ് ആത്മമഴ നിങ്ങൾക്കകത്ത് പെയ്യും. ഒന്നാം പ്രാവശ്യം പോയിട്ട് പ്രതീക്ഷയില്ല, രണ്ടാം പ്രാവശ്യം പോയിട്ട് പ്രതീക്ഷയില്ല. പക്ഷെ ഏഴാമത്തെ ദിവസം ഒരു കൈപ്പത്തി പോലൊരു മേഘം അവിടെ പൊങ്ങിയതുപോലെ കുറിച്ചിടുക. ചില ദൈവ പ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവയക്കാൻ പോകുന്നു. ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ഇന്നത്തെ മീറ്റിംഗിനകത്ത് ദൈവശക്തിക്കായി എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവ്, ഇന്നലെ വരെ പോയ ശക്തി അല്ല അപ്പ, ഈ ശക്തി പോരാ, അതിനേക്കാൾ ഒരു അളവറ്റ ശക്തി 2026 നിൽക്കാനുള്ള ശക്തി, 2027 നിൽക്കാനുള്ള ശക്തി, 2028 ഓടാനുള്ള ശക്തി. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ദൈവമേ കർത്താവ്, അടുത്തു വരുന്ന വർഷങ്ങളിൽ ഞങ്ങൾക്ക് ജയിച്ചു കയറുവാൻ ഇതിനകത്ത് ദൈവം ചിലതിനെ വാർത്തെടുക്കാൻ പോകുന്നു. ഇതിനകത്ത് ദൈവം ചിലതിനെ തീ തൂണുകളെ പോലെ എത്ര പേർ ആത്മമണ്ഡലത്തിനകത്തൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റൂമിനകത്ത് മറ്റാരും നിങ്ങളെ കണ്ടില്ലെങ്കിലും ഒരു ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. ഭയങ്കരമായ ആത്മശക്തി നിങ്ങളുടെ അകത്തേക്ക് ദൈവാത്മം കൈമാറുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ഷാദൽ കമാന ഘടക പ്രൗഢവൽക്കമന. അപ്പൊ ദൈവശക്തിയാണ് നമുക്ക് ആവശ്യം. സ്വന്തം അപ്പോ എഫെസ്യരുടെ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ 7-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. ആമേൻ. അവിടെ അങ്ങനെ തന്നെ വായിക്കുന്നു, ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗമാണത്. ശൗല് മേൽക്കുമേൽ ശക്തി പ്രാപിച്ച കാര്യം ഞാൻ ഇതിനകത്ത് പറഞ്ഞു. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനത്തിനകത്ത് പറയുന്നു, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ നിങ്ങൾ നോക്കുക, കർത്താവിന് വേണ്ടി ഏറ്റവും അധികം കഷ്ടം സഹിച്ച അപ്പോസ്തലനാണ് പൗലൂസ്. എത്ര വട്ടം അടികൾ താൻ കൊണ്ടു, എത്ര വട്ടം കടലിലെ ആപത്ത്, കപ്പലിലെ ആപത്തുകൾ, ഇതെല്ലാം വന്നു. കൂട്ട് സഹോദരന്മാരുള്ള ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്തുകൾ, നദികളിലെ ആപത്തുകൾ, ഇതെല്ലാം വന്നിട്ടും താൻ നിന്നതെന്നറിയാമോ? എനിക്ക് ശക്തി നൽകി, എനിക്ക് കൃപ നൽകി, എന്നെ ശുശ്രൂഷയ്ക്കാക്കിയ ഒരു ദൈവമുണ്ട്. എത്ര പേർ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്? വെളിപ്പാടുകളുടെ ആധിക്യം കാരണം നിഗളിച്ചു പോകാതിരിക്കാൻ ജഡത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്നു. അത് പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, എന്നെ കുത്തുവാൻ സാത്താന്റെ ഒരു ദൂതനെയാണ്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രയും കൃപാവര പ്രാപ്തനായ, ലോകം അറിയപ്പെടുന്ന, ഭൂതാസ്വർഗത്തോട് എടുക്കപ്പെട്ട പൗലൂസിന് ജഡത്തിനകത്തൊരു ശൂലം ഉണ്ടായിരുന്നത്. ആമേൻ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ദാസന്മാരോട് പറയാം, ഒരു പക്ഷെ നിങ്ങൾ ശുശ്രൂഷിക്കുന്നവരാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പറയാം, ഒരു പക്ഷേ സാമ്പത്തിക കടഭാരമായിരിക്കാം, അല്ലെങ്കിൽ മക്കളെ ചൊല്ലിയുള്ള വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗപ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ ഞാൻ ആത്മാവിൽ ഇന്ന് മുതൽ ദൂത് കയറി പറയുന്നു, അവിടെ ഇങ്ങനെയാണ് മറുപടി ഉണ്ടായത്, എന്റെ കൃപ നിനക്ക് മതി,
എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതിന്റെ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഓ സ്തോത്രം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് ആത്മാവിൽ ആരാധിച്ചു പറഞ്ഞ് ആ ദൈവശക്തി ഏറ്റെടുത്ത് പറഞ്ഞ്, പ്രതികൂലങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു പക്ഷെ ജഡത്തിൽ ഒരു ശൂലം തന്റെ ജീവിതത്തിന്റെ അകത്ത് വിട്ടുമാറാത്തൊരു ശൂലം പലവട്ടം പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ വിട്ടുപോകും യേശുവിന്റെ നാമത്തിൽ? എന്നാൽ മറുപടി, ശൂലം മാറിപ്പോയില്ല, അതിനെ എടുത്തു മാറ്റിയില്ല, പക്ഷെ അതിനകത്തൊരു അസാധാരണമായ ദൈവ കൃപ വ്യാപരിക്കുന്നു. നിങ്ങൾ ഇന്ന് പോകുന്ന പ്രശ്നങ്ങളെ ഞാൻ പറഞ്ഞ അതിജീവിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ആത്മാവിൽ പറയുന്ന ദൈവശക്തി വ്യാപരിക്കാൻ പോവുക. ഒന്ന് ആത്മാവിനൊന്ന് പ്രാർത്ഥിച്ചേ. ജയ സജ്ജി, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ നിങ്ങളുടെ ദൈവാത്മാവിനോട് സംസാരിക്കുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ അതിജീവിക്കാനുള്ള ഒരു ദൈവ കൃപ ദൈവത്തിന്റെ മേൽ പകരപ്പെടാൻ പോവുകയാണ്. എന്റെ കൃപ നിനക്ക് മതി. അപ്പൊ എന്റെ ശക്തി ബലഹീനത എന്ത് ചെയ്യുന്നു? അത് ദാസ്യ ദൈവാത്മാവ് അങ്ങനെ പറയുന്നു. പ്രശ്നങ്ങൾ ഇല്ലെന്നല്ല, പ്രതികൂലം ഇല്ലെന്നല്ല, പോരാട്ടങ്ങളുണ്ട്, പ്രതികൂലമുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, അതിനെ അതിജീവിക്കുന്ന ഒരു ആത്മശക്തി നിങ്ങളുടെ അകത്തേക്ക് വെളിപ്പെടാൻ പോകുകയാണ്. പിശാച് പലപ്പോഴും നിങ്ങളെ തകർത്ത് കളയുവാൻ, മാനമാടിക്കളയാൻ ഒരു ഭാഗത്ത് വാദിച്ചു നിൽക്കുന്ന ചില അവകാശവാദങ്ങൾ കുടുംബതലത്തിനെതിരെ വെല്ലുവിളിക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ദൂതായിട്ട് കയറി പറയുന്നു, അവ ചില പ്രശ്നങ്ങളെ, ചില പ്രതികൂലങ്ങളെ അതിജീവിക്കേണ്ട ഒരു ആത്മശക്തി നിങ്ങളുടെ അകത്തേക്ക് ഇറങ്ങി വരാൻ പോകുന്നു. വിമല ജഗതൽക്കവൻ കർത്താവിനെ പറയുന്നുണ്ട്, പലപ്പോഴും കാരാഗ്രഹം പോലുള്ള അവസ്ഥകൾ നിങ്ങൾ ആക്കിക്കളയുവാൻ, അവ കുടുംബത്തിൽ പല വ്യക്തി ജീവിതങ്ങളെ ഒരു കാരാഗ്രഹത്തിന്റെ അവസ്ഥയ്ക്കകത്ത് ഒതുക്കിക്കളയാൻ ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ഇങ്ങനെ ദൂത് വിളിച്ചു പറയുന്നു, അവർ അർദ്ധരാത്രി ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, ചങ്ങലകൾ അഴിഞ്ഞു മാറിയതുപോലെ ഈ ദൂത് പറയുമ്പോൾ തന്നെ ദൈവാത്മാവ് ചില കെട്ടുകളെ പൊട്ടിച്ച് ഹസ്തൽ പ്രൗഢവൽക്കമന അവ ഈ ബലത്തോടെ പോകാം. ഒരു ആത്മാവിന്റെ ബലം. ഓ ഗിദെയോനോട് പറഞ്ഞ, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ഇത് ഈ ബലത്തോടെ ദാസ്യ ദൈവാത്മാവ് പറയുന്നു, ഈ ബലത്തോടെ പോകാൻ ഒരു പുതിയ ശക്തി ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ പകരപ്പെടാൻ പോകുന്നു. ക്ഷീണിച്ചു പോകേണ്ട, തളർന്നു പോകേണ്ട. ഇനി പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവാത്മാവ് ഇങ്ങനെ ഒരു ദൂത് പറയുന്നു, കഴികൾ തന്നെ കാത്തിരുന്ന് ശക്തിയൊക്കെ പുതുക്കിയിട്ട് ഇങ്ങനെ പറന്നുയരുന്നത് പോലെ, ഒരു ഹെലികോപ്റ്റർ പറന്നുയരുന്നത് പോലെ, ഒരു ഫ്ലൈറ്റ് ഇന്ധനം നിറച്ച് പറന്നു പോകുന്നത് പോലെ അവ ദൈവാത്മാവ് ക്ഷീണിച്ച് തളർന്നു പോകണ്ട. ഇനി മതി കർത്താവേ, എന്റെ പ്രാണനേക്ക് എടുത്താൽ മതി എന്ന് പറഞ്ഞ താഴത്തും തന്റെ ഭക്തന്റെ ദൂരയാത്രയ്ക്ക് ബലപ്പെടുത്തിയതുപോലെ യേശുവിന്റെ നാമത്തിൽ ഒരു ആത്മബലം നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മ കൈമാറാൻ പോകുന്നു. ക്ഷീണിച്ചവരെ ശക്തീകരിക്കുന്ന കർത്താവ്, അതിനെ പറഞ്ഞത് ബലമില്ലാത്തവർക്ക് ബലം കൊടുക്കുന്നവൻ, ക്ഷീണിച്ചവർക്ക് ശക്തി പകരുന്ന കർത്താവ്. എങ്കിൽ ക്ഷീണിച്ച സ്ഥാനമാണോ? ശിംശോൻ തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇനി ഒരു രക്ഷയില്ലെന്ന് പറയുമ്പോഴും ശിംശോൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ ഒരു പ്രാവശ്യം കൂടെ ആ ശക്തി എന്റെ മേലെന്ന് ഇറങ്ങി വരണമേ. ജീസസ്. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥന, നഷ്ടപ്പെട്ടു പോയ ദൈവശക്തി, നഷ്ടപ്പെട്ടു പോയ അധികാരം എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥന, നഷ്ടപ്പെട്ടു പോയ ദൈവശക്തി, നഷ്ടപ്പെട്ടു പോയ അധികാരം ഈ മീറ്റിംഗിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരുടെ മേൽ കൈമാറാൻ പോകുന്നു. ആത്മാവിൽ നിന്ന് ഏറ്റെടുത്ത ദൂതുകൾ ഷാബാന വൈഡാമൽ കമനഘടക. ഒരു കാലത്ത് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചവരാ, പക്ഷെ ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഒരു കാലത്ത് ശക്തമായി ആരാധിച്ചവരാ, പക്ഷെ ഇന്ന് ആരാധിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു കാലത്ത് ദൂത് പറഞ്ഞവരാ, പക്ഷെ ഇന്ന് ദൂത് പറയാൻ പോലും പറ്റുന്നില്ല. ആ നിലയിൽ സ്ട്രക്കായി പോയ ചില വിഷയങ്ങൾ. ഓ രാമ അൽക്കമനഘടക ദുനിയംനൽ പ്രൗഢവൽക്കമന. ദൈവാൻ വിളിച്ചു പറയുന്നു, ഒരു അസാധാരണമായ ദൈവശക്തി നിങ്ങളുടെ അകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെടാൻ പോകുന്നു. ഞാൻ അവിടെ നിൽക്കുന്നത് 3-ാം അധ്യായത്തിന്റെ സ്തോത്രം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പൗലോസിന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ആമേൻ. നമുക്കറിയാം, പുറമേ ഉള്ള മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ നമ്മൾ നന്നായി ആഹാരം കഴിച്ചാൽ മതി. നല്ല ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പുറത്തുള്ള മനുഷ്യന് നല്ല ബലം കിട്ടും. പക്ഷെ ഈ പ്രാർത്ഥന ഇവിടെ വെച്ചത് പുറത്തെ മനുഷ്യന്റെ ബലത്തിനല്ല. പുറത്തെ മനുഷ്യന്റെ ബലത്തിന് നമുക്കറിയാം, നല്ല ആഹാരം കഴിച്ചാൽ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താലൊക്കെ ആരോഗ്യം കിട്ടും. പക്ഷെ ഈ പ്രാർത്ഥന സിസ്റ്റം ഇവിടെ ക്രമീകരിച്ചത് നമ്മുടെ പുറത്തെ മനുഷ്യന്റെ ശക്തിക്കല്ല,
ഞാൻ ആത്മാവിൽ പറയാം, നമ്മുടെ അകത്തെ മനുഷ്യൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. നമ്മുടെ ഇന്നർമേൻ. ഹല്ലേലൂയ. 3 മനുഷ്യനെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ഒന്ന് പ്രാകൃത മനുഷ്യൻ, 2 ജഡീക മനുഷ്യൻ, 3 ആത്മീക മനുഷ്യൻ. ഹല്ലേലൂയ. ഞാൻ ഇതിനകത്ത് പറയുന്നു, നമ്മുടെ സ്പിരിച്വൽ മേൻ, ആത്മീക മനുഷ്യൻ സ്ട്രെങ്ത് ആകണമെങ്കിൽ, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുമ്പോൾ, ഞാൻ ആത്മാവിൽ പറയുന്നു, നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യാൻ പോകുക? ഇതിനകത്ത് ബലപ്പെടാൻ പോകുക. ഇതിനകത്ത് ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ പോകുക. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനു പേടിക്കണം? യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പുറമേ ഉള്ള മനുഷ്യൻ ശക്തിപ്പെട്ടില്ലെങ്കിലും അകത്തെ മനുഷ്യൻ ഇന്നത്തെ മീറ്റിങ്ങിനകത്ത് അല്ലെങ്കിൽ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ശക്തിപ്പെടാൻ പോകുകയാണ്. നമുക്കറിയാം, മിക്കവാറും ഇന്ന് പലരും രോഗികളാണ്. പഴയതുപോലെ ഇന്ന് മോസിക്കാൻ കഴിയത്തില്ല. എനിക്കറിയാവുന്ന ഒത്തിരി പാസ്റ്റേഴ്സിനെ എനിക്കറിയാം. ഒരു കാലത്ത് 21 ഇരുന്നവർ, 40 ഇരുന്നവർ ഇന്ന് ഷുഗർ, അല്ലെങ്കിൽ കൊളസ്ട്രോള്, അല്ലെങ്കിൽ BP, അല്ലെങ്കിൽ മറ്റ് ഡിപ്രഷനുകൾ, ഇങ്ങനെ പല രോഗങ്ങൾ കടിമയാണെന്ന് എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ഇന്നെ കേൾക്കുന്ന പലരും ഒരുപക്ഷെ നിങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് ഒത്തിരി കാണാം, എനിക്കറിയാം. പക്ഷെ ഞാൻ ആത്മാവിൽ ഇതിനകത്ത് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, പുറത്തെ മനുഷ്യൻ ക്ഷീണിച്ചു പോയാലും, ഓ ജീസസ്, പുറമേയുള്ള മനുഷ്യൻ ക്ഷീണിച്ചു പോയാലും നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാള് പുതുക്കം പ്രാപിച്ച്. എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മൾ പലപ്പോഴും പുറത്തെ മനുഷ്യനാണ് ആഹാരം കൊടുക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. വിശുദ്ധിയിൽ നിൽക്കണമെങ്കിലും കൃപയിൽ നിൽക്കണമെങ്കിലും പാപത്തെയൊക്കെ ജയിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം അകത്തെ മനുഷ്യനാണ്. യേശുവിന്റെ നാമത്തിൽ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടു വരുവാൻ പൗലോസിന്റെ പ്രാർത്ഥന അതാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഈ പ്രാർത്ഥന നമുക്ക് പ്രത്യേകിക്കാം. ഈ ഉപവാസവും പ്രാർത്ഥനയും പുറത്ത് ഒന്നുമില്ലെങ്കിലും അകത്ത് നിങ്ങൾ ശക്തിപ്പെടാൻ പോകുകയാണ്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാറാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ വചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ദൈവത്തോടൊപ്പം നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ ഇന്നർമേൻ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആത്മാവിന്റെ ഇരട്ടി ബലത്തോടെ നിങ്ങൾ പുറത്തെടുക്കാൻ പോകുകയാണ്. ഇല്ല, അവിടെ നിൽക്കുന്നില്ല. 3-ാമത്തെ 20-ാമത്തെ വാക്യം കാണാതെ അറിയാവുന്ന ഭാഗമാണ്. അതുകൂടി ഞാൻ ആവർത്തിക്കുന്നു. നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തി, നമ്മൾ ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തപരമായി. ആമേൻ. അല്ലെ, ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആത്മാവിൽ നിങ്ങൾ ചോദിച്ചതിനെ ക്ലിയർ എടുത്ത് തരാൻ പോകുകയാണ്. എലീശ ചോദിച്ചത് ഏലിയാവ് എടുക്കപ്പെടാൻ പോകുക, അതിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ഹല്ലേലൂയ. ചോദിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിലൂടെ പറഞ്ഞു, നിങ്ങൾ എത്ര പേര് ചോദിക്കുന്നുണ്ട്? നിങ്ങൾ എത്ര പേർ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്? നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്നെ മേൽ വരണമെന്ന് എത്ര പ്രാർത്ഥിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ പുതിയ ചില ശുശ്രൂഷ കൂടി ദൈവം തരും. കുറിച്ചിടുക. പുത്തൻ ചില വെളിപ്പാടുകൾ ദൈവം കൈമാറും. ഒത്തിരി പ്രതികൂലത്തിന്റെ അകത്താണ് നിൽക്കുന്നത്, എനിക്കറിയാം. പോരാട്ടമുണ്ട്, പ്രതികൂലമുണ്ട്, വേദനകളുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ഒരു പുത്തൻ അഭിഷേകത്തിന്റെ തലം ദൈവാത്മാവ് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു അതോറിറ്റി ദൈവം കൈമാറുന്ന അധികാരം, ഒരു സ്പിരിച്വൽ അതോറിറ്റി. യേശുക്രിസ്തു, അതോറിറ്റി ഓഫ് ജീസസ്, യേശുക്രിസ്തുവിന്റെ മേൽ വെളിപ്പെട്ട അധികാരം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ബിലീവേഴ്സ് അതോറിറ്റി, വിശ്വാസികളുടെ മേൽ വെളിപ്പെടുന്ന ഒരു അധികാരമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ചില അധികാരത്തിന്റെ കൈമാറ്റങ്ങൾ ഈ മീറ്റിംഗിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇടാൻ പോകുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഷാദൽ പ്രൗഢവൽ കമന. ഈ മീറ്റിംഗ് ഒരു സാധാരണ മീറ്റിംഗ് ആയി തീരത്തില്ല. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർ, അവർ കിടക്ക രോഗിയാണെങ്കിൽ പോലും ദൈവം എഴുന്നേൽപ്പിക്കും. അവർ ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ പോലും ദൈവാത്മാവ് എന്നോട് പറയുന്നുണ്ട്, ഡോക്ടർമാർ കൈവിട്ട ചില വിഷയങ്ങൾ, ഇനി ഒരുപക്ഷെ രക്ഷയില്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ, ഡയാലിസിസ് പേഷ്യന്റുകൾ, യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. റിലീസ് ഇൻ ജീസസ് നെയിം. ഒന്ന് അന്യഭാഷയോടെ ദൈവമക്കളൊന്ന് ആരാധിച്ചു കൊടുക്കുക. ഇതിനകത്ത് ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരോടും എല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിഡി കർത്താവിന്റെ അഭിഷേകം നിങ്ങളകത്തേക്ക് വെളിപ്പെട്ട് വരട്ടെ. നിങ്ങൾ പോകുന്ന പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും ഞാൻ ആത്മാവിൽ പറയുന്നു, ചില നിലകളിൽ ദൈവാത്മാവ് പറയുന്നു, അൺമെഷറബിൾ, അൺകൗണ്ടബിൾ. നിങ്ങൾ ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തപരമായി ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോകുക. കുറിച്ചിടുക. യേശുവിന്റെ നാമത്തിൽ.
എലിയാബിനോട് എലീശ ആവശ്യപ്പെട്ടത്, നീ എടുക്കപ്പെടും, പക്ഷെ എനിക്ക് ഇരട്ടിപ്പങ്ക് വേണം, ഇരട്ടിപ്പങ്ക് വേണം. ഓ ശലോമോൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ വലിയ ജനത്തെ ന്യായപാലന ചെയ്യേണ്ട, അപ്പൊ അങ്ങയുടെ കൃപ എന്റെ മേൽ പകരണമേ. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഓ രൂത്തിനോട് പറയുന്നു, നീ ചിന്തിച്ചതിനേക്കാൾ ഉപരിയായിട്ട് നീ കർത്താവിൽ ആശ്രയിച്ചത് കൊണ്ട് നിനക്കൊരു ഉത്തമ പ്രതിഫലം, നിനക്കൊരു ഉത്തമ പ്രതിഫലം തരാൻ പോകുക. ആത്മാവിൽ ആരാധിച്ച യേശുവിന്റെ നാമത്തിൽ ഈ വീരസിസ്റ്റർ ദൈവാത്മാവ് പറയുന്നു, ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ, ഈ പ്രയർ കൂട്ടായ്മകൾ ഒരുമിച്ച് ഈ പ്രാർത്ഥനയുടെ കണ്ണിയായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ, യാക്കോബ്, പത്രോസ്, യോഹന്നാനെ പോലെ കർത്താവ് പറയുന്നു, ചില പ്രത്യക്ഷമായ അത്ഭുതങ്ങൾ. ദാവീദ് ഇങ്ങനെയാ പ്രാർത്ഥിച്ചത്, എല്ലാം പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം കുറിച്ചിടുക. ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരടയാളം ദൈവം ചെയ്യാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ദൈവം പ്രവർത്തിച്ചു എന്ന് നീ അറിയേണ്ടതിന് ഒരു അടയാളം എന്റെ അപ്പൻ ചെയ്യാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. റീബൽ കമല ലിനി മോഴ്സി ദൈവാത്മാ പറഞ്ഞ ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തപരമായി ചില വിഷയത്തിനകത്ത് കർത്താവ് ഇടപെടാൻ പോകുകയാണ്. ദൈവമാലിക്കും റീമാ ഹസ്തൽ പ്രൗഢമൽ കമന ഘടക പൊൽച്ചെങ്കോൽ നീട്ടപ്പെടും, പ്രതിഫലങ്ങൾ നൽകപ്പെടും. ഒരു യവ കൊയ്ത്തുണ്ട്, ചില ആർപ്പോടെ കൊയ്യുന്ന ചില അനുഭവങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നുവെന്ന് ഞാൻ ഈ മീറ്റിംഗിന്റെ അവസാന സമയത്തിൽ പ്രവചിക്കുന്നുണ്ട്. എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ ഒരു ഭയങ്കരമായ ഡെലിവറൻസ്, നിങ്ങൾ ചോദിച്ചതിൽ പരമായി, നിലച്ചതിൽ പരമായി ഒരു ആത്മമണ്ഡലം. ആത്മാവിൽ ആരാധിച്ച് ഓരോ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഷാലി പീറ്റർ കണ്ണൂര് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രത്യേക അഭിഷേകം ദൈവാത്മാവ് പറയുന്നു, ഒരു ഭയങ്കരമായ ഒരു അഭിഷേകം. ദൈവാത്മാവ് ഷാലി പീറ്റർ ദൈവാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, ദബോറയെ പോലെ, അല്ലെങ്കിൽ സഭയുടെ ശുശ്രൂഷക്കാരെത്തിയായ ഒരു ഫേബയെ പോലെ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു പെർസിസിനെ പോലെ, ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചൊരു പെർസിസിനെ പോലെ ഒരു പ്രത്യേക അഭിഷേകം ദൈവത്തിന്റെ മേൽ കൈമാറാൻ പോകുന്നു. ചില പ്രയർ സെല്ലുകൾക്ക് ലീഡ് ചെയ്യുവാൻ, ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കാൻ ദൈവത്തിന്റെ അഭിഷേകം ചെയ്യും. ഒരു പ്രത്യേക അഭിഷേകത്തിന്റെ മേൽ കിടക്കുന്നുണ്ട്, ഒരു പ്രത്യേക ദൈവകൃപത്തിന്റെ മേൽ ചലിക്കുന്നുണ്ട്. പലവട്ട ശത്രു തകർക്കാനും അമ്മാനമാടാനും ശ്രമിച്ചിട്ടും ഇന്ന് നിൽക്കുന്നത് കൃപയാണ്, അഭിഷേകമാണ്. എങ്കിൽ ഈ വീട്ടിനകത്ത് ദൈവാത്മാ പറയുന്ന ഒരു പുത്തൻ അഭിഷേകം ദൈവത്തിന്റെ ആത്മാവ് കൈമാറാൻ പോകുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവാത്മാ പറഞ്ഞ രാജ്യങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ച് യെരൂശലേമിലും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോട് നിങ്ങൾ എന്നെ സാക്ഷിയാകാൻ പോകുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. മേരിക്കുട്ടി സാമുവേൽ കർത്താവിന്റെ ദൈവാത്മാ ബലപ്പെടുത്താൻ പോകുകയാണ്. ഇസബേല് വെല്ലുവിളിച്ചു, നാളെ ഈ സമയത്ത് അവരിൽ ഒരുവനെ പോലെ തന്നെ പ്രാണനായി കളയും. ഇതുപോലെ ചില ഒത്തിരി വെല്ലുവിളികൾ മുൻപിൽ കാണുന്നുണ്ട്. ഹെരോദ്യ പറഞ്ഞു, യോഹന്നാൻ സ്നാപകനെ നിന്റെ തല ഞാൻ എടുക്കാൻ പോകുകയാണ്. ഇതുപോലെ ചില വെല്ലുവിളികൾ, യാക്കോബിന്റെ വാൾ കൊണ്ട് കൊന്ന് പത്രോസിൽ പിടിച്ച് അകലിടുന്നതുപോലെ ചില വെല്ലുവിളികൾ. പക്ഷെ പരിശുദ്ധാത്മാവ് എന്റെ ദാസിയോട് ദൂത് പറയുന്നു, ഈ വീട്ടിനകത്ത് ഒരു ആത്മശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. ഈ മീറ്റിങ്ങിനകത്ത് ദൈവശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. മേരിക്കുട്ടി സിസ്റ്റർ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കുറിച്ചിടുക. ചില ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് ഒരു ശുശ്രൂഷ കുടുംബത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അടുത്തൊരു ശുശ്രൂഷയുടെ പകർച്ച നിങ്ങളുടെ അകത്തേക്ക് ദൈവാത്മ വിടാൻ പോകുകയാണ്. കുറിച്ചിടുക. ഒട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ മുമ്പിൽ യോർദാന്റെ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നതുപോലെ ചില അത്ഭുതഗതികൾ കാണുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഭയങ്കര വിടുതൽ ദൈവാത്മാവ് ഇന്ന് മുതൽ കൽപ്പിക്കുന്നു. ചില ശുഭയാത്രകൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഒരു സകല സമ്പത്തിനൊരു ശുഭയാത്രകൾ, സകലത്തിനൊരു ശുഭകാലം നിങ്ങൾക്ക് വേണ്ടി മേരിക്കുട്ടി സാമുവേൽ ദൈവം ഒരുക്കി വെക്കുന്നുണ്ട്. പലപ്പോഴും ചിറകൊടിഞ്ഞൊരു പക്ഷിയെ പോലെയൊക്കെ പലപ്പോഴും ശത്രു ഒരു ഭാഗത്ത് ഒതുക്കി ശാരീരികമായി തളർത്തിക്കളയുന്ന ചില മണ്ഡലങ്ങൾ ആത്മാവ് പറഞ്ഞൊരു പുതിയ പോലെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. റീബൽക്കെതിരെ പ്രയർ ഗ്രൂപ്പുകൾ, ജീലസിസ്റ്റർ പ്രാർത്ഥിക്കുന്നിടത്ത് ഒരു അഭിഷേകം ചലിക്കുന്നു. ശക്തിയോടൊന്ന് പ്രാർത്ഥിച്ചേ. റാം ഷനൽ കമല ഘടക റീബൽ കമാല ഘടക ജീലസിസ്റ്ററെ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, പലപ്പോഴും ശത്രു നിങ്ങളെ ഒതുക്കിക്കളയാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയെ, ആരാധനയെ പോലും ബന്ധിക്കുന്ന ഒരു അനുഭവം കാണിക്കുന്നുണ്ട്. അല്ല, ഇന്ന് പകൽ ദൈവം ചില ബന്ധനത്തെ അഴിച്ച്, ബൈബിളിൽ നീ എന്റെ ബന്ധനത്തെ അറുത്തു മാറ്റുന്നു. ആത്മബല ശൈല ജോഷി കർത്താവിന്റെ ദാസിയെ വീണ്ടും ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്ക് ലീഡ് ചെയ്യുവാൻ, വീണ്ടും ചില ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാൻ, വീണ്ടും ചില ഇരട്ടി ബലത്തോടെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ദൈവാത്മാവിന്റെ അസാധാരണമായ അതോറിറ്റി നിങ്ങളുടെ ദൈവം കൈമാറാൻ പോകുകയാണ്. കുറിച്ചെടുക്കുക ഒരു വലിയ ആത്മബലം ഞാൻ നിന്റെ അകത്തേക്ക് ദൈവം കൈമാറാൻ പോകും. റാം
ഷദാൽ കമല ഘടക വൈഡ പ്രൗഢമൽ കമല ഘടക ദുലിയബ്ദൽ പ്രൗഢമൽ കമല ഘടക. ദൈവാത്മാവിൽ നിന്ന് പറയുന്നു ഒരു ഭയങ്കരമായ വിടുതലുകൾ. ദാസ്യ ദൈവത്തിന്റെ ആത്മാവ് ശൈല ജോഷി കർത്താവിന്റെ ദാസിയോട് ദൈവാത്മാവ് പറയുന്നു ഒരു ഭയങ്കരമായ അതോറിറ്റി ദൈവം കൈമാറാൻ പോകുന്നു. രാജ്യങ്ങളുടെ ഉണർവില്, ദേശത്തിന്റെ ഉണർവില്, പട്ടണ ഉണർവില് ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. പലപ്പോഴും നിങ്ങളെ മാനസികമായി തളർത്തി, ശാരീരികമായി പലപ്പോഴും തളർത്തി, പലപ്പോഴും ഒറ്റപ്പെടുത്തി, ജീവിതത്തിന്റെ അകത്ത് ഇനി മതി, എന്റെ പ്രാണനെ അങ്ങ് എടുത്താൽ മതി എന്ന് പറയുന്ന ചില ഭാരമേറിയ വിഷയങ്ങൾ എന്നെ ഇങ്ങനെ കാണിക്കും. പലപ്പോഴും ചോദിക്കുന്നുണ്ട്, കർത്താവേ ഈ വലിയ ക്രൂശ് ഞാൻ എന്തിനാണ് ചുമക്കുന്നത്, ഈ ഭാരം എന്തിനാണ് ഞാൻ ചുമക്കുന്നത് എന്ന് പലപ്പോഴും നീ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് ഈ വീട്ടിനകത്ത് ഒരു ഭാഗത്ത് ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്തൊരു വലിയ വേദന, വലിയ ഭാരം. എലീശയിലെ പറഞ്ഞു അവൾക്കൊരു വലിയ മനോവ്യസനമുണ്ട്, പക്ഷെ ദൈവം എന്നോട് അത് മറച്ചു വെച്ചിരിക്കുക. അതുപോലെ ഒരു വലിയ മനോവ്യസനം ജീവിതത്തിന്റെ അകത്ത്, ചിലരെ കുറിച്ചുള്ള വേദനകൾ അകത്ത് തീയായിട്ട്, അകത്ത് നെടുവീർപ്പായിട്ട് എന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ചില ദിവസങ്ങൾക്കകത്ത് വെച്ച്, ചില മണിക്കൂറുകൾക്കകത്ത് വെച്ച് ചില വിഷയങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പരിഹരിക്കാൻ പോകുകയാണ്. നമുക്ക് വേണ്ടി ആരെ കല്ല് ഉരുട്ടി മാറ്റും എന്നവര് പറഞ്ഞ ദൂതൻ ഇറങ്ങി വന്ന് ഭാരമേറിയ കല്ലിനെ ഉരുട്ടി മാറ്റിയതുപോലെ ചില വിഷയത്തിനകത്ത് മറുപടി ഉണ്ടെന്ന് ദാസിയോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുകയാണ്. എല്ലാവരും ആത്മാവിൽ ആരാധിച്ച് ഇതിനകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ജെസ്സി ബാബു നിന്റെ ദാസിക്കായി പ്രാർത്ഥിക്കുന്ന അഭിഷേകം ചലിക്കട്ടെ. ഓ ജീസസ്. ജെസ്സി റെഡി കർത്താവിന്റെ ദാസിക്കായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ അഭിഷേകം ഇതിനകത്ത് ചലിക്കട്ടെ. ആത്മാവിൽ അവരായിരിക്കുന്ന ഡ്യൂട്ടി സ്ഥലത്ത് കർത്താവ് അവരുടെ ഡ്യൂട്ടിയിലാണ്. കർത്താവ് ആ ഡ്യൂട്ടി സ്ഥലത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. ആ ജസ്റ്റിസ് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്, പലപ്പോഴും നിന്റെ മുൻപിലുള്ള വഴികളെ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ പ്രാർത്ഥിക്കുക. നിന്റെ മുൻപിലുള്ള നന്മയെ അടച്ചു കളയുവാൻ, നിന്റെ മുൻപിലുള്ള വാട്ടത്തുകളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ച കിണറുകൾ ഫിലിസ്ത്യർ മണ്ണിട്ട് മൂടിയതുപോലെ നിന്റെ മുൻപിലുള്ള വഴികളെ, അല്ലെങ്കിൽ നന്മകളെ, മുൻപിലുള്ള വാട്ടത്തുകളെ ശത്രു ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഈ ദിവസം ശ്രമിക്കുന്നുണ്ട്. വളരെ പ്രാർത്ഥിക്കുക. പക്ഷെ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്, നീ ആയിരിക്കുന്ന ഏത് സ്ഥലത്താണെങ്കിലും, ഏത് ഇടത്താണെങ്കിലും നീ കർത്താവിനെ മുറുകെ പിടിക്കുമെങ്കിൽ, തന്റെ ഭക്തൻ ഞാൻ എപ്പോഴും കർത്താവിനെ എന്റെ കൺമുൻപിൽ വെച്ചിരിക്കുന്നു. നീ ഇരിക്കുന്ന നിന്റെ ജോലി സ്ഥലത്ത്, ഡ്യൂട്ടി സ്ഥലത്ത്, എവിടെയാണെങ്കിലും ദൈവഭയത്തെ സൂക്ഷിച്ച് കർത്താവിനെ മുറുകെ പിടിക്കുമെങ്കിൽ ആ സ്ഥലത്ത് നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യുമെന്ന് ആത്മാവ് പറയുന്നു. രാജ്യങ്ങൾ ദൈവം തുറക്കാൻ പോകുന്നു. ചില സ്ഥലങ്ങൾ നിന്നെ മാനസികമായി തളർത്തി, ശാരീരികമായി തളർത്തി, ഒറ്റപ്പെടുത്തി ചില മുറിവുകൾ വരുത്തുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ ദൈവാത്മ പറയുന്ന മുറിവുളക്കുന്ന ദൈവ സാന്നിധ്യം, ദൈവകൃപ നിങ്ങളുടെ വെളിപ്പെടാൻ പോകുന്നു. ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഒരു വലിയൊരു മൂവ്മെന്റ് ദൈവാത്മ കൈമാറുന്നു. എത്ര വലിയ പ്രതികൂലങ്ങളാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും അതിനെ ചാടി കടക്കേണ്ട ഒരു ദൈവിക അഭിഷേകം ദൈവാത്മാവ് കൈമാറുന്നു. രാജ്യങ്ങൾ ദൈവം തുറക്കുന്നു, അടയപ്പെട്ട വാതിലുകൾ ദൈവം തുറക്കുന്നു. ശത്രു എത്ര മണ്ണിട്ട് മൂടിയാലും അഭിഷേകമുള്ള ഇസഹാക്ക് കിണർ കുഴിച്ചതുപോലെ ചില ഉറവുകൾ ദൈവം തുറക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ നിമ്മി ജോസ് കർത്താവ് ഞങ്ങളുടെ ദാസിക്കായി പ്രാർത്ഥിക്കുന്നു. തളർത്തിക്കളയുന്ന ചില വിഷയങ്ങൾ, ക്ഷീണിപ്പിക്കുന്ന ചില വിഷയങ്ങൾ, മനസ്സിനെ ഡൗണായി കളയുന്ന ചില വിഷയങ്ങൾ, ദൈവം ചില ഡിപ്രഷനുകളിലേക്ക് നിന്റെ ദാസി അകപ്പെടുത്താൻ ശ്രമിക്കുന്നല്ലോ. ഇതിൽ നിന്ന് ആത്മാവ് ഞങ്ങൾ അതിനെ പൊട്ടിക്കുന്നു. ഒരു പരിധിയിട്ട് ഇത്ര ഒരു ബൗണ്ടറിക്കകത്ത് അപ്പുറം കടക്കലെന്ന് പറഞ്ഞ് ഒരു അതിര് വരച്ച് ഒരു ബൗണ്ടറിക്കകത്ത്, അല്ലെങ്കിൽ ഒരു പരിധിയിട്ട് ശത്രു നിങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ ദാസ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കെട്ട് പൊട്ടിക്കാൻ പോകുകയാണ്. അപ്പൊ ഒരു പരിധിയുണ്ട്. ഇത്ര സർക്കുലേഷൻ, ഇതിനപ്പുറം നീ പോകത്തില്ലെന്ന് പറഞ്ഞ് നിനക്കതിനെ ഒരു സർക്കുലർ പോലെ ദൈവാത്മാവിനെ അതിനെ പൊട്ടിച്ചുകൊണ്ട് അഭിഷേകത്തിന്റെ ശക്തിയോടെ കുടഞ്ഞെഴുന്നേൽക്കുന്നത് പോലെ നിരാശകൾ, ഭാരങ്ങൾ ഇതിനകത്ത് ദൈവാത്മാവ് മാറ്റാൻ പോകുകയാണ്. ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ലിസി ജോണായി കർത്താവിന്റെ ദാസിയെ ബ്ലസ് ചെയ്യുന്നു. നിന്റെ മകൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ഉറവകൾ തുറക്കട്ടെ. നിന്റെ മകൾ ഇരിക്കുന്ന സ്ഥാനത്ത് രാജ്യങ്ങൾ തുറക്കട്ടെ. നിന്റെ മകൾ ഇരിക്കുന്ന സ്ഥാനത്ത് വലിയ വലിയ ചില കർത്താവ് മല്ല പൊഴിയട്ടെ. പാറ പിളർന്നതുപോലെ ചില വിടുതലുകൾ നിന്റെ മകൾ ഇരിക്കുന്ന സ്ഥാനത്ത് വെളിപ്പെട്ട് വരട്ടെ. ലിസി ജോൺ ദൈവാത്മാവ് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൂത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്, വളരെ പ്രാർത്ഥിക്കുക. സ്തോത്രം നിങ്ങളെ എങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരു ഭാരമേറിയ
ഒരു വിഷയത്തിനകത്ത് അല്ലെങ്കിൽ ഒരു വലിയ പ്രയാസത്തിൽ നിങ്ങൾ അകപ്പെടുത്തി കളയാൻ ശത്രു ശ്രമിക്കുന്നുണ്ട്. വലിയൊരു ഭാരമേറിയ വലിയൊരു പ്രയാസമേറിയ അപ്പൊ വചനമെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് അധിക പ്രയാസമുള്ള വിഷയം നിങ്ങൾ എന്റെ ഇടയിൽ കൊണ്ടുവരാനോ. അപ്പൊ അങ്ങനെ ഒരു അധികം പ്രയാസമേറിയ ഭാരമേറിയൊരു വിഷയത്തിനകത്ത് നിങ്ങളെ അകപ്പെടുത്തി കളയാൻ ശത്രു ശ്രമിക്കുന്നുണ്ട്. അതൊരു പക്ഷെ രോഗമായിരിക്കാം, സാമ്പത്തിക കടഭാരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു ഭാരമേറിയ വലിയ പ്രയാസം ദൈവം എന്നെ കാണി. ഞാൻ പ്രാർത്ഥിക്കട്ടെ അതിനെ ചാടിക്കടക്കുവാൻ. ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞത് നാനാ പരീക്ഷകൾ, അഗ്നി പരിശോധനകൾ, കഷ്ടതകൾ, ഇതിനെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം അതെന്ന് വിചാരിച്ച് നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകരുത്. പ്രാർത്ഥിക്കുക. ഗബദ എന്ന കൽത്തളത്തിലും ഗോൽഗോഥയിലും സ്തോത്രം കുരിശു ചുമന്ന കർത്താവ് ഉയർത്തതുപോലെ ഒരു അഭിഷേകത്തിനകത്ത് വെളിപ്പെടുന്നു. ശക്തമായി പ്രാർത്ഥിക്കട്ടെ. അതുപോലെ തന്നെ അജയ് കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ദാസനെ ബലപ്പെടുത്തണമേ. ദാനിയേൽ കർത്താവിന്റെ ദാസൻ എങ്ങനെ ദൈവാത്മ പറയുന്നു? ദാനിയേൽ വിശ്വസ്തനായിരുന്നു, കുറ്റമില്ലാത്തവനായിരുന്നു. പക്ഷേ വിശ്വസ്തനായിരുന്നിട്ടും കുറ്റമില്ലാത്തവനായിരുന്നിട്ടും ദാനിയേലിനെതിരെ കുറ്റം ചുമത്തിയ ഒരു കൂട്ടം പേർ. ആ ദൂത് കർത്താവ് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം വായിച്ച് ധ്യാനിക്കുക. ദാനിയേൽ വിശ്വസ്തൻ, കുറ്റമില്ലാത്തവനായിരുന്നു. ദൈവസ്ഥലത്ത് നീതിയുള്ളവന്. പക്ഷെ എങ്കിലും അവനെ കുറ്റം ചുമത്താൻ ദാനിയേലിനെതിരെ രേഖ എഴുതിയതുപോലെ ചില രേഖ നിനക്കെതിരെ എഴുതുന്നുണ്ട്, നീ മറക്കരുത്. എന്നാൽ ദാനിയേൽ 6:10 ആളിക മുറിയുടെ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിച്ച ദാനിയേലിനെ പോലെ ദിവസവും താൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുമെങ്കിൽ സിംഹത്തിന്റെ വായെ അടച്ച് ദാനിയേലിനെ വിടുവിച്ച ദൈവം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വചന വെളിപ്പാടിൽ പറയുന്നു. പ്രാർത്ഥിക്കുക. ചില മേഖലയിൽ നിങ്ങളെ കുറ്റപ്പെടുത്തി കളയുവാൻ, ചില മേഖലയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം, പക്ഷെ അവര് പോലും നിങ്ങളെ കുറ്റം ചുമത്തി പറയുന്ന ചില അനുഭവങ്ങൾ, നിങ്ങളെ കുറ്റം ചാർത്തുന്ന ചില മേഖലകൾ എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. പക്ഷെ കർത്താവ് ദൂത് പറയുന്നു, മാളിക മുറിയുടെ കിളിവാതിൽ തുറന്ന ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുക. എഴുതിയ രേഖയെ ദുർബലമാക്കി മുദ്രകളെ പൊട്ടിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാട് ഷതൽക്കമന ദൈവത്തിന്റെ ആത്മാവ് ചില വിടുതലുകൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നു. എല്ലാവരും ഒന്ന് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ച് ജഗതമാസസ്സുകായി പ്രാർത്ഥിക്കുന്നു. നീ അവരെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ആത്മാവിന്റെ ഇരട്ടി ബല കൈമാറണമേ. ഇനി സണ്ണി കർത്താവിന്റെ ദാസിക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അഭിഷേകത്തിന്റെ പകർച്ച അതിനകത്തേക്ക് വ്യാപരിക്കട്ടെ. തീ ജോലാകട്ടെ. ബദിവണ്ടിയായി പുറത്തു വരട്ടെ. കർത്താവിന്റെ ദാസൻ ഡേവിഡ് ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്നലെ വരെ പോയതുപോലെ അല്ല അപ്പ, ഇന്നലെ വരെ ഉണ്ടായിരുന്നത് പോലെ ഇനിയുള്ള നാളുകളിൽ ഒരു ഭയങ്കരമായ അഭിഷേകം, ശക്തി പുതുക്കി രാജ്യങ്ങൾക്ക് വേണ്ടി ദൈവദാസനെ ഉപയോഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ എന്റെ ദാസനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കല് കാണിക്കുന്നു. ദൈവവേല ശക്തമായി പ്രയോജനപ്പെടുന്ന ആഗ്രഹമുണ്ട്, ശക്തമായി മുന്നേറണമെന്ന് ആഗ്രഹമുണ്ട്. ഡേവിഡ് ജോസഫ് പക്ഷെ പലപ്പോഴും കാരാഗ്രഹം പോലുള്ള അവസ്ഥയിൽ ശത്രു ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ജ്വലിച്ചു പ്രകാശിച്ച പത്രോസിനെയാണ് ചങ്കലയ്ക്കകത്ത് ഒതുക്കിയത്. ശ്രദ്ധിക്കുക. അതുപോലെ ദൈവത്തിന് വേണ്ടി ശക്തമായി നിന്ന പൗലൂസിനെ ശീലാസിനെ കാരാഗ്രഹത്തിന് അടച്ചിട്ടു. ഇവര് പുറത്തു വരാൻ പാടില്ല. അതുപോലൊരു വിഷയം ദൈവം എന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവിന്റെ ദാസൻ ഡേവിഡ് ജോസഫ് ദൈവദാസനെ ശക്തമായി പ്രാർത്ഥിക്കുമെങ്കിൽ കാരാഗ്രഹത്തിന്റെ അവസ്ഥയെ മാറ്റിയിട്ട് ദൈവം നിങ്ങളെ ശുശ്രൂഷയിൽ ഉപയോഗിക്കാൻ പോകുകയാണ്. ഇന്നലെ വരെ ഉള്ളതുപോലെ അല്ല. ഇനിയുള്ള നാളുകൾ 2025 അവസാന സമയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇന്ന് കേട്ട ദൂതുപോലെ മന്ത്രവാദവും ആഭിചാരവും കൊടികുത്തിവാണ യവസോസിൽ പൗലൂസിനെ കർത്താവ് ഉപയോഗിച്ചു. അതുപോലെ ദൈവദാസനെ കുറിച്ചിട്ടോ ഫിലിപ്പോസിന്റെ ശുശ്രൂഷയിൽ ശബരിയായിലെ ആഭിചാരം മുട്ടുകുത്തിയതാണ്. അതുപോലെ ചില ശുശ്രൂഷയിൽ അതോറിറ്റികൾ, അധികാര കൈമാറ്റങ്ങൾ നൽകി ശുശ്രൂഷ ദൈവം മാനിക്കും എന്ന് ദൈവാത്മാവ് പറയുന്നു. എല്ലാം ഇങ്ങനെ ഒരു ദൂത് കൂടെ പറയുന്നു. ആത്മീകര് തന്നെ ശുശ്രൂഷ തടയുന്നുണ്ട്. ശുശ്രൂഷകന്മാരെന്ന് പറയുന്നവര് പോലും ദാവീദിനെതിരെ ശൗലിന്റെ ശക്തി പോലെ ഇങ്ങനെ പറയുന്നുണ്ട്. ശുശ്രൂഷയുടെ ഉയർച്ചയ്ക്കെതിരെ ആത്മീകരെന്ന് അഭിമാനിക്കുന്നവരും അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിന്റെ ചില മേഖലകൾ ശുശ്രൂഷയ്ക്കെതിരെ നിൽക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുക, അതിനെ വെട്ടിക്കൂ. ചില ബന്ധങ്ങൾ ആത്മീയത്തിൽ സൂക്ഷിക്കുക, വിവേചിക്കുക. ദൈവം ഉപയോഗിക്കാൻ പോകുന്നു. ആത്മാവിൽ പ്രാർത്ഥന. റീന ഫിലിപ്പ് ദൈവത്തിന്റെ ദാസ്യം ബലപ്പെടുത്തണമേ. ഒത്തിരി പ്രതികൂലങ്ങളും നിന്ദകളും ശോധനകളും ഭാരങ്ങളും ഉണ്ടായെങ്കിൽ അവിടെ നിർത്തിയില്ലായി സ്തോത്രം. അനവധി അനർത്ഥങ്ങൾ കാണുമാറേക്ക് ദൈവമേ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ. ഡോക്ടർ റീന ഫിലിപ്പ് നിന്റെ ദാസയെ ബലപ്പെടുത്തണമേ. ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും സാഹചര്യങ്ങൾ തളർത്തി ഒറ്റപ്പെടുത്തുമ്പോൾ അവിടെ ഉറച്ചു നിൽക്കേണ്ട കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാബൽ കർത്താവിന്റെ ദൈവാത്മകന് ദൂത് പറയുന്നുണ്ട്. പൗലോസിനോട് പറഞ്ഞതുപോലെ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നത് ദൈവാത്മ പറയുന്നു. ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന വിഷയങ്ങളുണ്ട്.
ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ട്, നിരാശകളുണ്ട്, ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചില അനുഭവങ്ങൾ എന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ മരുഭൂമിയിൽ ഒറ്റപ്പെടുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നുണ്ട്. തകരേണ്ട സമയം നോക്കി തകരേണ്ട സമയം കഴിഞ്ഞു. എങ്കിലും ഒത്തിരി 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 വിഷയങ്ങൾ അവൻ ഒന്നിനു പിറകെ ഒന്നായിട്ട് കയറി കൂമ്പാരമായി വന്ന സമയങ്ങൾ. പക്ഷെ അവിടെ നിർത്തിയ ദൈവം ഇന്ന് പകൽ ജീവിക്കുന്നുണ്ട്. നാം ഇതിങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ച ദൈവം ഈ ഗോലിയാത്തിന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കും. അതുകൊണ്ട് എന്റെ ദാസിയുടെ ദൈവാത്മ പറയുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ വിടുവിച്ച ദൈവം, നിന്നോട് കൂടെ ഇരുന്ന ദൈവം, അനേകം പ്രശ്നങ്ങൾ തലയ്ക്ക് മുകളിൽ എഴുന്നേറ്റ സമയങ്ങളിൽ കൂടുതൽ നിർത്തിയ ദൈവം ഇനിയും നിർത്താനും മുൻപോട്ട് നടത്താനും ദൈവത്തിന്റെ പ്ലാനുണ്ട്. വളരെ പ്രാർത്ഥിക്കുക, വളരെ ശത്രുവിന്റെ ചില പ്ലാനുകൾ പൊളിയട്ടെ. ഞങ്ങൾ ഒരുമിച്ച് സെക്ഷൻ അവസാനം എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. അവൻ പ്രതിഭ ജോൾ നിന്റെ ദാസിയെ ബ്ലസ് ചെയ്യുന്നു. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു പുത്തൻ അഭിഷേകം നിന്റെ ദാസിയോട് അവൻ കൈമാറട്ടപ്പ. ദൈവത്തിന് വേണ്ടി വലിയ മഹത്വം കാണുവാൻ നിന്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം പാലിക്കണമേ. പ്രതിഭ ജോൾ പ്രാർത്ഥനയിൽ കുറച്ചുകൂടി ഉണരണം. അതുപോലെ പരിശുദ്ധാത്മാവിൽ കുറച്ചുകൂടി ശക്തിപ്പെടാനുണ്ട്. ഒന്നുകൂടി പറയുന്നു, കുറച്ചുകൂടി പ്രാർത്ഥനയിൽ ഉണരണം. അതുപോലെ ആത്മാവിൽ കുറച്ചുകൂടി കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ദൈവാത്മ ഈ രണ്ട് ദൂതലോട് പറയുന്നു, പ്രാർത്ഥനയിൽ കുറച്ചുകൂടി പവർഫുൾ ആകണം. രണ്ട്, ആത്മമണ്ഡലത്തിൽ കാത്തിരുന്ന് കുറച്ചുകൂടി ശക്തി പുതുക്കൊള്ളണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ബലപ്പെട്ട് വന്നാൽ, ഒന്ന് പ്രാർത്ഥന മൂർച്ച കൂട്ടണം, രണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി കുറച്ചുകൂടി നീ പ്രാപിച്ചാൽ ദൈവാത്മ പറയുന്നു, സ്തോത്രം, എത്ര തടസ്സമുണ്ടെങ്കിലും എത്ര പ്രതികൂലമുണ്ടെങ്കിലും അതിനെല്ലാം മറികടക്കുന്ന ഒരു ആത്മമണ്ഡലം നിനക്കായി ദൈവം തുറക്കപ്പെടും. രണ്ട് കാര്യം, പ്രാർത്ഥന മുറിച്ചു കൂട്ടുക, പരിശുദ്ധാത്മാവിന് ശക്തി പ്രാപിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഓരോരുത്തർക്കായി ജിസ്ലി, റോബിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ബെനഡിക്റ്റ് മാത്യു കർത്താവിന്റെ ദാസനെ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് ലീലാമ കർത്താവിന്റെ ദാസിയെ ബലപ്പെടുത്തുന്നു. ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുകയാണ്. ഒരു ഭയങ്കര അഭിഷേകത്തിന്റെ പുതപ്പ് ഇതിനകത്ത് നമ്മൾക്കെല്ലാം വീഴട്ട് കർത്താവെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അല്ലല്ല മാത്യു ബദർ, ബെനഡിക്റ്റ് മാത്യു കർത്താവിന്റെ ദാസനെ ദൈവാത്മാവ് ഒന്ന് രണ്ട് വെളിപ്പാടുകൾ ദൈവത്തിന്റെ ആത്മാവിങ്ങനെ എന്നോട് ഇങ്ങനെ കൈമാറുന്നുണ്ട്. ആ ബെസ്റ്റോത്ത ചില സമയങ്ങളിൽ നിന്നെ തളർത്തിക്കളെ ശ്രമിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നിന്നെ തളർത്തി ക്ഷീണിപ്പിച്ച്, എന്ന് വെച്ചാൽ മറ്റാരോടും പറയാൻ പറ്റാത്ത ചില വിഷയങ്ങൾ, പുറത്ത് പറയാൻ പോലും പറ്റാത്ത ചില വിഷയങ്ങൾ ദൈവം കാണിക്കുന്നുണ്ട്. പലപ്പോഴും ഉള്ളിൽ കരയുന്നവരാ നീറിപ്പകലിന്. പലപ്പോഴും കർത്താവിന് വേണ്ടി ഓടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ മറ്റാരോടും പറയാൻ പറ്റാത്ത ചില ഗഹനമായ വിഷയങ്ങളിൽ അകത്ത് കരയുന്ന ഒരു അവസ്ഥ ദൈവം കാണിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, വചനം പറഞ്ഞ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. യേശു പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങി പോകരുത്. ആ ഒരു വാക്കാണ് ദൈവം തരുന്നത്. ആ ദൂത് ഒന്നുകൂടി പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങിപ്പോകരുത്. പലപ്പോഴും കലങ്ങിപ്പോകുന്ന അവസ്ഥകൾ, പുറത്താരോട് പറയാതെ ഉള്ളിൽ വിങ്ങിപ്പൊട്ടുന്ന ചില വിഷയങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ കർത്താവ് ഹൃദയത്തെ തൊട്ട് സംസാരിക്കുന്നു. ദാസനെ ദൈവം ഇന്ന് ഈ മീറ്റിംഗിൽ ഒരു പുതിയ ശക്തിയും പകരും, ഒരു പുതിയ ബലതയും ദൈവം പകരും. തകരാ ദൈവം അനുവദിക്കത്തില്ല. ചിലരൊക്കെ പറയുന്നു, മാറുന്നു പറയുന്നുണ്ട്, നീ തകർന്നത് ഞാനൊന്ന് കാണട്ടെ, നീ ഉടയുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്ന ചില വ്യക്തി ജീവിതങ്ങൾ. എന്നാൽ അവരുടെ മുൻപിൽ നീ തകരാതെ നിർത്താൻ ദൈവത്തിന് പ്ലാനുണ്ട്. അത് ബിസിനസ് ആകട്ടെ, ജോലിയാകട്ടെ, എല്ലാം തകർത്ത് കളയുമെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോഴും ദൈവാത്മാവ് തകരാൻ എന്റെ അപ്പൻ അനുവദിക്കത്തില്ല. ചില മുറിവുകളെ ദൈവം ഇന്ന് പകരം ഉണക്കുന്നു. ചില മുറിവുകളെ കർത്താവ് കെട്ടുന്നു. മനോവ്യസന ഹേതുവായി മനസ്സിടിയുന്നു. പക്ഷെ ഒരു നല്ല വാക്കതിനെ സന്തോഷിപ്പിക്കുന്നു. ഒരു പുതിയ ബലം ദൈവത്തിന്റെ ആത്മാവിന്റെ ദാസന്റെ മേൽ കൈമാറട്ടെ. എല്ലാവർക്കായി ഞാൻ ഇത് പ്ലാസ് ചെയ്യാം. ജസ്ലി, റോബിൽ, അതുപോലെ തന്നെ കർത്താവ് ലീലാബാൻഡി, അതുപോലെ തന്നെ സിനിമോൾ, സോബി ജോർജ്, എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവ അഭിഷേകം, അതുപോലെ സോബിയ, സബാസ്റ്റിൽ, കർത്താവിന്റെ ദാസന്മാർക്ക് എല്ലാവർക്കായി പ്രാർത്ഥിക്കും. ഇരിക്കുന്ന റൂമിലേക്ക്, അതുപോലെ സാൽ, കർത്താവെ നിന്റെ മക്കളെ ബലപ്പെടുത്തണമേ. ദൈവശക്തി എല്ലാവരും ഒന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഒന്ന് ഉടരേണ്ട മീറ്റിംഗ് ആണ്. ഇതൊന്ന് ചിറകടിച്ച് വീരേണ്ട സമയമാണ്. ഷാദൽ കമന ഘടക പ്രൗഢവൽക്കമന നിന്റെ ദാസിമാർക്കായി പ്രാർത്ഥിക്കുന്നു. ലീലാമ ജോസ്, നിന്റെ ദാസിയെ പുതിയ ശക്തി പകരണം. ജസ്ലി, റോബിൽ, നിന്റെ ദാസിയുടെ മേൽ ഒരു പുതിയ അതോറിറ്റി, അഭിഷേകവും ദൈവങ്ങൾക്ക് കൈമാറുന്നതിനായി സ്തോത്രം. അതുപോലെ സിനി മോൾ, കർത്താവിന്റെ ദാസിയെ നീ ബലപ്പെടുത്തണമേ. ആത്മശക്തി ദൈവം പകരട്ടെ കർത്താവേ. അതുപോലെ സോബി
ജോർജ് തന്റെ ദാസിയെ ബലപ്പെടുത്തണം. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ദൈവത്തെ പോലെ വലിയ ദൈവം വേറെയില്ല. ആകാശത്തെ കീറി മുറിച്ചിറങ്ങി വരെ ദൈവത്തിന് കഴിയുമല്ലോ കർത്താവ്. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ യെരൂശലേമിനെ കാക്കുന്ന ദൈവമേ, സോബി ജോർജ് തന്റെ ദാസിയെ ബലപ്പെടുത്തണമേ. ഓ ലിസി ജോൺ ദാസിയൊക്കെ ശക്തീകരിക്കണമേ. ഒരു ആത്മാവിന്റെ ആമീത ബലം ദൈവത്തിന്റെ ദാസിയുടെ മേൽ കൈമാറുന്നതിനായി സ്തോത്രം. അഭിഷേകത്തിന്റെ ശക്തി ഇതുപോലെ കൈമാറട്ടെ. പാടി യേശുവിന്റെ നാമത്തിൽ എന്റെ ദാസിയെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമന ഹസ്തൽ പ്രൗഢമൽ കമന ഘടക ഷാദൽ കമന ഘടക ലിസി ജോൺ ദാസി ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്. ഈ 2025 12-ാം മാസം കഴിയുന്നതിനകത്ത് വെച്ച് ചില ദിവസങ്ങൾ ഉപവാസിച്ച് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പറയും. എന്ന് വെച്ചാൽ തളർത്തിക്കളയുന്ന ഒരു വലിയ വിഷയം നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്നത് എന്നെ കാണിക്കും. യെശയ്യാവ് 26:20 ഇങ്ങനെ പറയും, എന്റെ ജനമേ വന്ന് അറയിൽ കയറി വാതിൽ അടയ്ക്കാൻ പറയുന്നു. ലഹൂം പ്രവാചകന്റെ പുസ്തകം 2:1 പറയുന്നത് കോട്ട കാക്കണം, അര മുറുക്കണം, ഒന്നുകൂടി ഇത് ശക്തിപ്പെടണം. അപ്പൊ ആ ഒരു ദൂത് ലിസി ജോൺ കർത്താവിന്റെ ദാസിയോട് ഇങ്ങനെ പറയുന്നു. 2025 12-ാം മാസം കഴിയുന്നതിനകത്ത് വെച്ച് വേറിട്ട് 2-3 ദിവസം ദൈവസ്ഥലിൽ ഇരുന്ന് ഉപവസിക്കണം. അവയിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾ മാറിപ്പോകും. പക്ഷെ പ്രാർത്ഥിച്ചില്ല എങ്കിൽ ദൈവാത്മ പറയുന്നു ഭാരമേറിയ എന്ന് വെച്ചാൽ സ്തോത്രം ദുഃഖത്തിന്റെ സന്ദേശങ്ങൾ ചെവിയിൽ നിന്നൊരു വാർത്ത എന്റെ കാണുന്നുണ്ട്. ആ ദൂതന്റെ പ്രാർത്ഥിച്ചാൽ നീക്കുപോക്ക് ഉദ്ധാരണവും ദൈവം തരുമെന്ന് ദൈവാത്മ പറയുന്നത്. എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ സ്തോത്രം. മാത്യുപാസക്കായി സ്തോത്രം. ദാസനെ ഇനിയും ശക്തിപ്പെടുത്തണം. കരുത്തേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസനെ പിന്നെയും അന്ത്യ കാലഘട്ടത്തിന്റെ ഒരു ശുശ്രൂഷ പ്രവാചകനാക്കി നീ മാറ്റണം കർത്താവെ. മാത്യു ജോണിന്റെ ദാസനെ നീ ബലപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണം കർത്താവെ. ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. സാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തണം കർത്താവെ. ദൈവത്തോടൊപ്പം ഇരിക്കുന്ന സമയം ബലപ്പെടുക. സാൻ ദൈവദാസൻ ഇങ്ങനെ ഒരു ദൂത ദൈവാത്മ പറയുന്നു, ദൈവത്തോടൊപ്പം ഇരിക്കുന്ന സമയം ബലപ്പെട്ടതാണ്. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നു, ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ നല്ലത്. സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നാം ഇവിടെ ഇരിക്കുന്നത് ഏറെ നന്ന്. അതുപോലെ ദൈവാത്മാവ് ഇങ്ങനെ ഒരു ദൂത് പറയുന്നു, കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കണമെന്ന് ദൈവാത്മാവ് പറയുന്നു. ദൈവത്തോടൊപ്പം ഒത്തിരി ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 3 ആഴ്ച വിട്ട ദാനിയേൽ ദൈവസ്ഥലം പ്രാർത്ഥിച്ചതുപോലെ ദൈവാത്മാവ് ആ ദൂത് എന്നോട് പറയുന്നു, ചില സമയങ്ങൾ നീ ദൈവസ്ഥലം വേറിട്ട് ഇരിക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അവേ ഇങ്ങനെ വചനം ഇങ്ങനെ പറഞ്ഞു, നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു, നിന്റെ ദൃഷ്ടി വെച്ച് ഞാൻ ആലോചന പറഞ്ഞു. ഒരുത്തിന്റെ വഴി ദൈവത്തിന് പ്രസാദമായി തോന്നിയാൽ അവന്റെ ഗമനാഗമനങ്ങളെ ദൈവം സ്ഥിരപ്പെടുത്തുമെന്ന്. ഇപ്പൊ ദൈവസ്ഥലം സ്പെൻഡ് ചെയ്യുമെങ്കിൽ നിനക്ക് വേണ്ടി ചില പുതുവഴികൾ കർത്താവ് തുറക്കും. രാജ്യങ്ങൾ തുറക്കുമെന്ന് ആത്മാവ് പറയുന്നു. നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് ദൈവം എത്തിക്കും. അല്ലെങ്കിൽ അവർ ആശിച്ച തുറമുഖത്ത് ദൈവം എത്തിച്ചു. കൊടുങ്കാറ്റിനെ ദൈവം ശാന്തമാക്കി. അതുപോലെ ഒരു അനുഭവം എല്ലാം കാണിക്കുന്നു. വളരെ പ്രാർത്ഥിക്കാൻ സാൻ ദൈവദാസനോട് പറയുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, എല്ലാവർക്കായി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ സ്വന്തം അല്ലെങ്കിൽ പൊതുവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവിന്റെ അഭിഷേകം ദൈവം എല്ലാവരുടെ മേൽ കൈമാറട്ടെ കർത്താവ്. എല്ലാവരുടെ മേൽ കലസസ് അതുപോലെ തന്നെ ബെനി വിൽസന്റെ എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചലിക്കട്ടെ എല്ലാവരുടെ മേൽ. ബിജോയി അതുപോലെ തന്നെ എല്ലാ ദൈവദാസന്മാർക്ക് ദൈവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവ അഭിഷേകം ചെയ്യണം. ആത്മാവിന്റെ ഇരട്ടി ബലം നിന്റെ മക്കൾക്ക് വേണ്ടി. ബിജുഎസ് അടൂര് അതുപോലെ തന്നെ മെലിസസ് എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിന് ഒരു അത്യന്ത ശക്തി നിങ്ങളിരിക്കുന്ന റൂമിലേക്ക് ദൈവത്തിന്റെ ആത്മാ കൈമാറുകയാണ്. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. എഫെസർ ലേഖനം ഒരു കാര്യം കൂടെ പറഞ്ഞു ഇവിടെ നിർത്തുന്നു. എഫെസർ 4:27 പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. നിങ്ങൾ ദൈവദാസന്മാരാണ്, നമ്മളെല്ലാവരും ദൈവദാസന്മാരാണ്, ദൈവ മക്കളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരിക്കലും പിശാചിന് ഇടം കൊടുക്കരുത്. നിങ്ങൾ ഫാസ്റ്റിംഗിലാണ്. നമുക്കറിയാം ദൈവ സാന്നിധ്യം നഷ്ടപ്പെടാൻ ഒറ്റ നിമിഷം മതി. കരുത്തനായ മോശ പക്ഷെ ഒറ്റ നിമിഷം താൻ ദൈവത്തോടൊപ്പം ഇരുന്നത് സീനായിൽ എത്ര സമയം ഇരുന്നെന്ന് അറിയാമോ? പക്ഷെ ദൈവ സാന്നിധ്യം പോയത് ഒറ്റ സെക്കൻഡാണ്. മോശ കോപിച്ചു. കർത്താവ് പറഞ്ഞതല്ല മോശ കേട്ടത്. സ്തോത്രം. കൽപ്പിക്കാൻ പറഞ്ഞ സ്ഥലത്ത് അടിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇത് മാത്രമല്ല, ആ പ്രമാണങ്ങളെല്ലാം എഴുതി ഉടച്ചു കളഞ്ഞു. ദൈവ സാന്നിധ്യം ഭയങ്കരമാണ്. പക്ഷെ അത് പോകാൻ ഒറ്റ സെക്കൻഡ് മതി. ഞാൻ ഈ സഭയോട് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാരോട്, എന്റെ മുമ്പിൽ ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ട്, അവരെ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ പാസ്റ്റേഴ്സ് അതിൽ വിശ്വാസികളുണ്ട്. ഞങ്ങളോട് പറയുന്നത് പിശാചിന് ഇടം കൊടുക്കുക. എഫെസോസിലെ സഭ ഭയങ്കര ഉണർവായിരുന്നു.
പക്ഷെ പിന്നത്തേതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, എഫെസോസിലെ സഭയുടെ വിശ്വാസികളുടെ അവരുടെ സംസാര ശൈലി വരെ തെറ്റിപ്പോയി. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്കിലേക്ക് അവർ പോയെന്ന് ബൈബിൾ പറയും. രണ്ട്, അവര് നടപ്പ് തന്നെ തെറ്റിപ്പോയി. ജ്ഞാനികളായി നടക്കേണ്ട സ്ഥാനത്ത് അജ്ഞാനികളായിട്ട് മാറി. അവൻ വ്യക്തബുദ്ധി അനുസരിച്ച് നടക്കുന്നവരായി മാറി. നിങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ സംസാര ശൈലി തെറ്റി, അവരുടെ നടപ്പ് തെറ്റി, പ്രവൃത്തി തെറ്റി. അവർ ഗൂഢമായി ചെയ്തെന്ന് പറയാൻ പോലും ലജ്ജയായി മാറി. അവിടെ പ്രവൃത്തി തെറ്റിക്കഴിഞ്ഞു. പ്രവൃത്തി തെറ്റി അടുത്തു വന്നതാണ് നമ്മൾ വായിക്കുന്നത്. സഭ, എഫെസോസിലെ സഭ ആത്മീയത്തിൽ ഉറങ്ങിപ്പോയി. മറക്കരുത്, അവർ നടപ്പ് തെറ്റുന്നു, പ്രവൃത്തി തെറ്റുന്നു, സംസാരം തെറ്റുന്നു. അവർ ആത്മീയത്തിൽ വൈകിപ്പോയി. കറ, ചുളുക്കം, ഇതുപോലുള്ള അവസ്ഥ സഭയിൽ പ്രവേശിച്ചു. ഒന്നുകൂടി പറഞ്ഞാൽ, എഫെസോസിലെ സഭ കൃപയിൽ നിന്ന് വീണുപോയി. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, ഏതിൽ വീണിരിക്കുന്നത് ഓർത്ത് ബാലസാധാരണം ഞാൻ സഭയോട്, ഇവിടുത്തെ ദൈവദാസന്മാരോട് പറയുന്നു, ആവർത്തിക്കുന്നു, പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവരുടെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ. എങ്കിൽ ഈ മീറ്റിംഗിനകത്ത് ദൈവസാന്നിധ്യം പോകാൻ ഒറ്റ സെക്കൻഡ് മതി. അതുകൊണ്ട് നമ്മൾ പ്രാപിക്കുന്ന അഭിഷേകം ചോർന്നു പോകാതിരിപ്പാൻ, ഒഴുകിപ്പോകാതിരിപ്പാൻ നിങ്ങൾ കെയർഫുൾ ആയിരിക്കുക. കാര്യം അവൻ കറ ചുളുക്കമൊന്നുമില്ലാതെ ക്രിസ്തുവിന്റെ മണവാട്ടി സഭയെ കർത്താവ് ഒരുക്കുന്നു. കർത്താവിന്റെ വരവ് അടുത്തുപോയി. എപ്പോഴാണ് വിളിക്കുന്നത് ഒരു പിടിയുമില്ല. കർത്താവ് വിളിച്ചാൽ പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ആത്മാവിൽ പറയുന്നു, ഒരുക്കപ്പെടാം, പിശാചിന് ഇടം കൊടുക്കാതിരിക്കാം. പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ ദൈവത്തിന്റെ സർവായുധവർക്കം നമുക്ക് വചനമെന്ന വാളും രക്ഷയെന്ന ശിരസ്ത്രവും അതുപോലെ തന്നെ വിശ്വാസമെന്ന പരിചയും സത്യവും അരകെട്ടിക്കൊണ്ട് ആവേശത്തെ കർത്താവിന്റെ പോർക്കളത്തിൽ സർവായുധവർക്കം ധരിച്ച് നമുക്ക് നിൽക്കാൻ ദൈവം സഹായിക്കട്ടെ. ഒരു നിമിഷം കൂടി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു 5 മിനിറ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ കണ്ണുകളും അടയ്ക്കാം. എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈ പ്ലാറ്റ്ഫോമിൽ ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ബിജു എസ് അടൂർ, അപ്പൊ കർത്താവിന്റെ ദാസനെ ദൈവത്തിന്റെ ഇങ്ങനൊരു ദൂത് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ദൈവാത്മാവ് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ചില ദിവസങ്ങൾ ദൈവവുമായിട്ട് ചെലവഴിക്കും. ഒന്നുകിൽ 3 അല്ലെങ്കിൽ 7 ദിവസം, ഈ 2 സമയം എന്നോട് പറയുന്നത്. ഒന്നുകിൽ 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ചില ദൈവവുമായിട്ട് നീ സമയം ചെലവഴിക്കണം. കാര്യം ദൈവം എന്നോട് പറയുന്നത്, അവൻ ചില പ്രതികൂലങ്ങൾ, ഏലാ താഴ്വരയിൽ അവൻ ദാവീദിനെതിരെ ഗോലിയാത്ത് വെല്ലുവിളിച്ചതുപോലെ നിന്റെ മുൻപിൽ ചില വെല്ലുവിളികൾ എന്നെ കാണിക്കുന്നു. അസ്തൽ കമന ഘടക, ശബ്ദൽ കമന ഘടക. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്, ചില വെല്ലുവിളികളെ നീ ജയിക്കണമെങ്കിൽ, ചില പ്രതികൂലങ്ങളെ നീ ജയിക്കണമെങ്കിൽ കർത്താവദാസൻ ബിജു ചില ദിവസം, ഒന്നുകിൽ 3 അല്ലെങ്കിൽ 7 ദിവസം ദൈവസന്നിധിയിൽ ശക്തമായി നീ മാറി ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. നിന്റെ കുതികാല് വെട്ടിക്കളയാനും നിന്റെ കൂടെ നിന്ന് തന്നെ തകർത്ത് കളയാനും കാലുമാരാനും ഇങ്ങനെ ചില വ്യക്തികൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ദൈവാത്മാവ് ദൂത് പറയുന്നു, കർത്താവിന്റെ ദാസന്റെ ചില സമയങ്ങൾ ദൈവത്തോടൊപ്പം മാറിയിരുന്ന് ദൈവശബ്ദം കേട്ട് ദൈവശബ്ദത്തിന് ചെവി കൊടുക്കണമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. എങ്കിൽ കർത്താവിനോടൊപ്പം ഇരിക്കുമെങ്കിൽ എളിയവനെ ഉയർത്തുന്ന ദൈവം, ദരിദ്രന്മാരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുന്ന കർത്താവ് നിന്നെ ഉയർത്തും. ദാവീദ് ഇങ്ങനെ പറയും, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ അടിയുടെ എന്തുണ്ട്, അടിയുടെ ഗ്രഹം എന്തുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ നിന്നെ ഉയർത്തുന്നൊരു ദൈവം, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉന്നതങ്ങളിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാൻ ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. അതുപോലെ തന്നെ ഉയർത്തുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. അതുകൊണ്ട് മാറിയിരിക്കണം. ചരിത്രം തിരുത്തി കുറിക്കും, വിധിയെഴുത്തുകൾ മാറും. ഇവൻ നന്നാകത്തില്ല, ഇവൻ ഉയർച്ച പ്രാപിക്കത്തില്ല, ഇവൻ നന്മ കാണത്തില്ലെന്നൊക്കെ പറഞ്ഞവന്റെ മുൻപിൽ നിന്നെ മാനിക്കാൻ എന്റെ അപ്പന് പ്ലാനുണ്ട്. ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കണം. എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഷാബൽ കമനകട മിനി സണ്ണി, കർത്താവിന്റെ ദാസൻ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞതുപോലെ ഒരു ഭയങ്കരമായ ഒരു അഭിഷേകം ദൈവാത്മ ഇന്ന് മകൾക്കല കൈമാറുക. പ്രാർത്ഥിക്കുക. റീവൽക്കവനെ ചിലതിനെ ചാടിക്കടക്കാൻ, ചിലതിനെ ജയിച്ചു മുന്നേറുവാൻ ഒരു അസാധാരണമായ ദൈവശക്തി ഇതുവരെ ദൈവം നിർത്തിയെങ്കിൽ, ഇതുവരെ നടത്തിയെങ്കിൽ, മരുഭൂമിയിൽ ഒരു ഈന്തപ്പന പോലെ ദൈവം നിർത്തിയെങ്കിൽ ഇനിയും ചിലതിനെ ചാടിക്കടക്കേണ്ട ഒരു ദൈവശക്തി ഈ പ്രയർ ഗ്രൂപ്പിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അസാധാരണ ഒരു ആത്മശക്തി മാളിക മുറിയിൽ അവർ കൊടിയ കാറ്റുപോലെ തീ ജോല പോലെ ആത്മശക്തി ഇറങ്ങിയതുപോലെ ഒരു അസാധാരണമായ ദൈവശക്തി
ദൈവാത്മ പകരപ്പെടാൻ പോകുന്നു. എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഓരോ ശബ്ദൽ കമന ഘടക ഓരോരുത്തരുടെ മേൽ ആത്മശക്തി വ്യാപരിക്കട്ടെ. ജെസ്സി, ബെഞ്ചു, അടൂർ താപതിന്റെ ദാസിയെ അഭിഷേകം ചെയ്യണമേ. ആത്മശക്തി വ്യാപരിക്കട്ടെ. സൂസൻ കർത്താവിന്റെ ദാസിയെ ബലപ്പെടുത്തണം. ഇനി ദൂരയാത്രകൾ ചെയ്യുവാൻ ഏലി അവരോട് പറഞ്ഞു, എഴുന്നേറ്റ് തില്ലുക. ദൈവദാസിയെ ദൈവാത്മ പറയുന്നു. ഏലി അവരോട് പറഞ്ഞ വാക്കാണ്. സൂസൻ സിസ്റ്ററെ, എഴുന്നേറ്റ് തില്ലുക, ദൂരയാത്രയുണ്ട്. ക്ഷീണിച്ചതൊക്കെ പറഞ്ഞ സ്ഥാനത്ത് ഇനി മതി എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് ഇനി ഒരു അടി പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് എന്റെ മരണത്തിലും എന്റെ ആയുസ്സിലൊക്കെ ഒരു അടി മാത്രമേ അകലവുള്ളൂ എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് ദൈവാത്മ പിന്നെ ബലപ്പെടുത്തിയെങ്കിൽ ഒരു പുതിയ ശക്തിക്കായി ഇന്ന് വൽക്കൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു ആത്മശക്തി ദൈവം കൈമാറുന്നത് ഓരോരുത്തരുടെ മേലും. ദൈവൽക്കൽ ജെസ്സി, ബിജു, കർത്താവെ നിന്റെ ദാസിയെ ബലപ്പെടുത്തണമേ. അപ്പൊ സ്തോത്രം. ദൈവകരം ചലിക്കപ്പെടട്ടെ കർത്താവെ. പാറ പിളർപ്പിലും കടന്തൂക്കിന്റെ മറവിലും മറന്നിരുന്ന പ്രാവിലെ കണ്ടൊരു ദൈവം ഉണ്ടല്ലോ അപ്പ. തന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കാതെ ദൈവസാന്നിധ്യത്തിന്റെ മകണ്ഡമേ ചലിക്കട്ടെ. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആത്മാവിൽ അനേകം പേർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. അനേക ദൈവദാസിമാരെല്ലാം കേൾക്കുന്നു, ദൈവദാസന്മാരെല്ലാം കേൾക്കുന്നു. കർത്താവിലും അവന്റെ ആമീത ബലത്തിൽ ശക്തിപ്പെടാം. പിശാചിന്റെ തന്ത്രങ്ങളെ, അവന്റെ തന്ത്രങ്ങൾ നൂറ്റാണ്ടുകളായി ഇന്നും ചില തന്ത്രങ്ങൾ അവൻ നമുക്കെതിരെ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ അവന്റെ തന്ത്രങ്ങളെ ജയിപ്പാൻ ഒരു ആത്മശക്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാവരും ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കട്ടെ. ഓ രാമശതൽ കേമനഘടക പ്രൗഢവൽക്കമന. ഒരു അസാധാരണമായ ദൈവശക്തി ഇന്ന് പകൽക്കാലം ഇതിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൈമാറാൻ പോകുന്നു. ഒരു വിടുതൽ വെളിപ്പെട്ട് വരട്ടെ കർത്താവ്. വീരാജയ് കർത്താവിന്റെ ദാസയെ ബ്ലസ് ചെയ്യുന്നു. ദൈവദാസന്മാരെ ബ്ലസ് ചെയ്യുന്നു. താവെ ഞങ്ങൾ ഇന്ന് കേട്ട ദൂത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പ ഞങ്ങൾ അങ്ങയുടെ ആത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റത്തില്ല. അങ്ങയുടെ അത്യന്ത ശക്തി, ഉയർപ്പിന്റെ ശക്തി അപ്പ ഞങ്ങളുടെ മേൽ ഒന്നുകൂടി കൈമാറണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിശാചിന് ഒരിക്കലും ഞങ്ങൾ ഇടം കൊടുക്കാതെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലോ സഭയിലോ ശുശ്രൂഷയിലോ പിശാചിന് ഇടം കൊടുത്താൽ ദൈവമേ കർത്താവേ അല്ലെങ്കിൽ അവിടെ തകർന്നു തരിപ്പണമാകുമല്ലോ. ഒരിക്കലും പിശാചിന് ഇടം കൊടുക്കാതെ ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷകൾ ക്രിസ്തുവിനെ കർത്താവെ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഞങ്ങളെ വസിക്കുവാൻ, ദൈവസ്നേഹത്തിന്റെ ആഴം വെളിപ്പെട്ടു വരുവാൻ, അകത്തെ മനുഷ്യൻ ഒന്നുകൂടി ബലപ്പെടുവാൻ സഹായികളെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ ചില റിവൈവലുകൾ, വലിയ ചില ഉണർവുകൾ ഇവരിൽ കൂടി കത്തി പടരട്ടെ. മാളിക മുറിയിൽ ചലിച്ച അഭിഷേകം, കർമ്മേലിൽ ഇറങ്ങിയ സീനായുടെ മുകളിൽ ചലിച്ച അഭിഷേകം ഒരു ഭയങ്കരമായി ഉണർവ് ചലിക്കട്ടപ്പ. താവേ ജനത്തെ അടിയിൽ ബ്ലസ് ചെയ്യുന്നു. മഹത്വം കാണും. ദൈവാൻ വലിയ കാര്യങ്ങൾ ചെയ്യും. ഈ ദൈവദാസിമാർ എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. ഇതിൽ കൂടി ഒരു ഉണർവുണ്ടാകും. വലിയ മഹത്വത്തിന് കാരണമായി തീരും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രത്യേകിച്ച് ഈ മീറ്റിംഗില് ക്ഷണിച്ച ദാസിയോട് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ എളിയ പ്രാർത്ഥനയും ഓർക്ക്. ഞാൻ IPC സഭയുടെ ഒരു ശുശ്രൂഷകനാണ്. IPC സഭയുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷയിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ 10 വർഷമായി ടീം പ്രവർത്തനങ്ങളുണ്ട്. ഒറീസ മിഷൻ പ്രവർത്തനങ്ങളിൽ നേതൃത്വം ചെയ്യുന്നുണ്ട്. കുടുംബമായിട്ടുള്ള ശുശ്രൂഷകൾ നിലനിൽപ്പിലായിട്ട് നിങ്ങളുടെ എളിയ പ്രാർത്ഥനയും നിങ്ങൾ ഓർക്കുക. എല്ലാത്തിനും നന്ദി. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാണ്.